സോ ഗുഡ് ഈവനിങ്. തിരുക്കുറളിൻ്റെ 75-ാമത്തെ കുറളിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. രാജനീതി അല്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ഫോർട്ട് എന്ന് പറയുന്ന ഒരു വിഷയമാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. സോ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇന്നത്തെ നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചർ അതുപോലെ തന്നെ മോഹൻദാസ് സാർ, എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. സ്വാതി മാം, യു ആർ വെൽക്കം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തിരുക്കുറളിൽ കാണാൻ പോകുന്നത് 75-ാമത്തെ അധികാരം അരൺ എന്നതാണ്. അരൺ എന്ന് പറഞ്ഞാൽ പാതുകാപ്പ്, അതായത് നമ്മുടെ ചുറ്റുമതിൽ പോലെ നമ്മളെ പാതുകാക്കുന്ന കോട്ടമതിൽ എന്നതാണ് അരൺ എന്ന് പറയുന്നത്. തമിഴിൽ കുറെ മീനിങ് ഉണ്ട്. അരൺ എന്ന് പറഞ്ഞാൽ പാതുകാപ്പ് എന്നാണ് കറക്റ്റ് മീനിങ്. പാതുകാപ്പിന് വേണ്ടി കട്ടപ്പെട്ടിരിക്കുന്ന അരൺമனை അല്ലെങ്കിൽ മതില് ചുറ്റി വളച്ചിരിക്കുന്നത് കൊണ്ടാണ് അരൺമனை. മனை എന്ന് പറഞ്ഞാൽ വീട്, അരൺമனை എന്ന് പറഞ്ഞാൽ ചുറ്റും മതില് കൊണ്ട് കട്ടപ്പെട്ടിരിക്കുന്ന മനയുമ്പോ അരൺമனை എന്ന് പറഞ്ഞാൽ രാജാവ് താമസിക്കുന്ന വീടാണ്. അപ്പൊ നമ്മൾ ഇതിന് മുന്നേ നോക്കിയതെല്ലാം ഒരു രാജാവിന് എന്തൊക്കെ വേണം, മന്ത്രിക്ക് എന്തൊക്കെ വേണം എന്നുള്ളതിനെ കുറിച്ച് വിശദമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇനി ഒരു രാജ്യത്തെ കുറിച്ച് പറഞ്ഞു, അതാണ് നാട് എന്ന് പറഞ്ഞ് കഴിഞ്ഞ ഇതിൽ നമ്മൾ നോക്കിയത്. അപ്പൊ ഒരു നാടാവുമ്പോൾ ഇങ്ങനെ ആവണം, ഒരു രാജ്യമാണെങ്കിൽ എന്തൊക്കെ വേണം എന്നതിനെ കുറിച്ച് വളരെ വിശദമായി തന്നെ ആ 10 കുറളിലും പറഞ്ഞിരുന്നു. അപ്പൊ ഇത് മാത്രം മതിയോ, അത് മാത്രം ഉണ്ടെങ്കിൽ ഒരു രാജ്യമാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഒരു രാജ്യത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ രാജ്യത്തിനെ ചുറ്റും ചില മതിലുകൾ, അതായത് പാതുകാക്കുന്ന അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ ജനങ്ങൾക്ക് പാതുകാവലായിട്ടിരിക്കുന്ന കുറെ സംഭവങ്ങളുണ്ട്. അത് എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഈ അരൺ എന്ന് പറഞ്ഞ അധികാരത്തിൽ പറയുന്നത്. അരൺ എന്ന് പറയുമ്പോൾ ഒരു മതിൽക്കോട്ട മാത്രം മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോട്ടമതിൽ മാത്രം ഈ രാജ്യത്തിന് ഒരു സംരക്ഷണം അല്ലെങ്കിൽ ഒരു പാതുകാവലാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, അത് മാത്രം ആകില്ല. അത് അല്ലാതെയും കുറെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഇവിടെ അതിന് മാത്രമായി പറയാണ്. അപ്പൊ ആദ്യത്തെ കുറൾ എന്ന് പറയുന്നത് ഈ അരൺ എന്നാൽ എന്താണ്, അരണിന്റെ ആവശ്യകത എന്താണ് എന്നതിനെ കുറിച്ച് മാത്രമാണ് ആദ്യത്തെ കുറളിൽ പറയുന്നത്. ആറ്റുപവർക്കും അരൺ പൊരുൾ അഞ്ചി തற்பൊറ്റുപവർക്കും പൊരുൾ. അതായത് ആർക്കൊക്കെയാണ് ഈ അരൺ ആവശ്യം, അല്ലെങ്കിൽ ഒരു അരൺ എന്ന് പറയുന്ന ഈ സംരക്ഷണത്തിന്റെ ആവശ്യകത എന്താണ് എന്നുള്ളതിനെ കുറിച്ച്, അതിന്റെ മഹത്വം എന്താണെന്നാണ് ആദ്യത്തെ ഒരു കുറൾ പറയുന്നത്. ആറ്റുപവർക്കും, ആറ്റുപവർ എന്ന് പറയുന്നത് ഇവിടെ യുദ്ധം ചെയ്യുന്നവർ, പോർ ചെയ്യുന്നവർ എന്ന മീനിങ് ആണ്. അപ്പോ ഒരു യുദ്ധം ചെയ്യാൻ പോകുന്നവർ വെറും കൈയോടെ പോകാൻ പറ്റില്ല. അപ്പൊ അവര് യുദ്ധത്തിനാണ് പോണെന്നുണ്ടെങ്കിൽ അതിന് മുൻകൂട്ടി തന്നെ എന്തൊക്കെയാണ് ഈ യുദ്ധത്തിന് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഈ സേനകളെയും വ്യൂഹം എന്ന് പറയില്ലേ, നമുക്ക് മഹാഭാരതത്തിൽ അറിയാം. അഭിമന്യു പത്മവ്യൂഹത്തിൽ പെട്ടുപോയതും തിരിച്ചിറങ്ങാൻ അറിയില്ല. കാരണം അന്ന് അങ്ങനെ ഒരു വ്യൂഹങ്ങൾ ചെയ്തിട്ടാണ് അവര് യുദ്ധം ചെയ്യുന്നത്. അപ്പൊ ആ വ്യൂഹം സൃഷ്ടിക്കുക എന്ന് പറയുന്നതും വ്യൂഹത്തിന്റെ അകത്ത് അതിനെ മുറിച്ച് കടക്കുക എന്നുള്ളതും തന്നെ ഒരു ടെക്നിക്കാണ്. അത് പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ അതുപോലെ ഓരോ സേനകളെയും എങ്ങനെ വ്യൂഹം அமைക്കണം, ഏത് രീതിയിലാവണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ യുദ്ധം ചെയ്യുന്നതിന് മുന്നേ തന്നെ ചില മുന്നേർപ്പാടെന്ന് പറയില്ലേ, അതുപോലെ എല്ലാം ചെയ്യും. അപ്പൊ അതാണ് ഈ ആറ്റുപവർക്കും എന്ന് പറയുന്നത്. പോർ ചെയ്യുന്നവർ അല്ലെങ്കിൽ യുദ്ധം ചെയ്യുന്നവർക്കും അരൺ ആവശ്യമാണ്. അരൺ എന്ന് പറഞ്ഞാൽ ഇവിടെ സംരക്ഷണം എന്നാണ്. പൊരുൾ അഞ്ചി, ഇനി അത് മാത്രമല്ല, ഇതിനെ പൊരുൾ അഞ്ചി എന്ന് പറഞ്ഞാൽ അതിനെ എന്ത് പറയാനാണ്, അതിനെ ഒരു പൊരുട്ടെടുത്താതെ എന്ന് പറഞ്ഞാൽ അതിനെ ഈ അരണൊന്നും ആവശ്യമില്ല, ഇതിന്റെ ഒരു ആവശ്യകത മനസ്സിലാക്കാതെ പോവുകയാണെങ്കിൽ അത് എന്തായാലും ഫെയിൽ ആവും എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അരൺ പൊരുൾ അഞ്ചി, അതിനെ ഇനി ഭയം കൊണ്ട് തർപ്പൊറ്റുപവർക്കും പൊരുൾ, അതായത് സ്വയം
ഭയം കൊണ്ട് വേറൊരാളടുത്ത് വന്ന് എന്നെ സംരക്ഷിക്കണം എന്ന് പറയുന്നിടത്തും ഈ സംരക്ഷണം എന്ന് പറയുന്നത് വളരെ ഹെൽപ്ഫുൾ ആയ ഒരു സംഭവമാണ്. അതുകൊണ്ട് യുദ്ധം ചെയ്യുന്നവർക്കും ആവശ്യമാണ്. അവരതിനെ തള്ളിക്കളയരുത്. അത് യുദ്ധം കൊണ്ട് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് അതിനെ നമ്മൾ സംരക്ഷിക്കാൻ, യുദ്ധത്തിൽ നിന്നും നമ്മുടെ ജനങ്ങളെ സംരക്ഷിക്കണം, നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കണം എന്നുള്ളത് യുദ്ധം ചെയ്യുന്നവരുടെ ഒരു കടമയാണ്. അതൊരിക്കലും മറന്നു പോകരുത്. അതുകൊണ്ട് ഈ പാതുകാവൽ അല്ലെങ്കിൽ അരൺ അല്ലെങ്കിൽ സംരക്ഷണം എന്ന് പറയുന്നതിനെ പുച്ഛിച്ച് തള്ളരുത്. ഇനി അഞ്ചി തർപ്പോറ്റുപവർക്കും ഭയം കൊണ്ട് ഈ സംരക്ഷണം എനിക്ക് വേണം എന്ന് ആവശ്യപ്പെട്ട് വരുന്നവരെയും സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അവിടെയും ഈ അരൺ എന്ന് പറയുന്നത് ഉപകാരപ്പെടുന്ന ഒന്നാണ്. അപ്പൊ ആദ്യത്തെ ഈ കുറളിൽ അരൺ അല്ലെങ്കിൽ പാതുകാവൽ അല്ലെങ്കിൽ സംരക്ഷണം എന്ന് പറയുന്നതിന്റെ എന്താണ് ഇതുകൊണ്ടുള്ള ഉപയോഗം, അതിന്റെ മഹത്വം എന്താണ് എന്നതിനെ കുറിച്ചാണ് ഈ ആദ്യത്തെ കുറളിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. സാറെ കേൾക്കുന്നില്ലല്ലോ. 1715 ദിവസമാണ് തിരുക്കുറളിലെ. കേൾക്കുന്നില്ല? ഓക്കെ ഓക്കെ ഓക്കെ, കേൾക്കാം. നോക്കട്ടെ. കേൾക്കാം. ബാറ്റിൽ ഫ്രീ വെബിനാറിന്റെ 1715 ദിവസമാണ് തിരുക്കുറൾ അധികാരം 75. ഗാന്ധി ടീച്ചർ പറഞ്ഞതുപോലെ അരൺ എന്ന് പറഞ്ഞാൽ സുരക്ഷിതമാണ്. അത് നാടിന്റെ മാത്രമല്ല, ജനങ്ങളുടെയും സുരക്ഷിതമാണ്. ഇതിനേക്കാൾ അപ്പുറത്തായിട്ട് അവരുടെ സമ്പാദ്യങ്ങളെല്ലാം, ഒരു രാജ്യത്തിന്റെ സമ്പാദ്യങ്ങളെല്ലാം ഭാവിക്ക് വേണ്ടി സൂക്ഷിക്കുന്നതും ഈ രാജകൊട്ടാരത്തിലായിരിക്കും, അതിന്റെ നിലവറകളിലായിരിക്കും. അപ്പൊ അതും അവിടെയാണ്. അത് ധാന്യ നിലവറ, പിന്നെ സ്വർണങ്ങളായിട്ടോ അല്ലെങ്കിൽ പിന്നെ സമ്പത്തായിട്ടൊക്കെ ഉള്ള ധനങ്ങളായിട്ടുള്ള മാർഗങ്ങളിൽ കൂടിയും ശേഖരിച്ചു വെക്കുന്ന ഇതാകും. ഇതിനെല്ലാം എന്താ പറയുക, ഒരു കവചം ആണ് ഈ കോട്ട. സാറിന് നമ്മൾ അരൺമന എന്ന് പറഞ്ഞാൽ പാലസ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. അതിന് ഒരു സുരക്ഷിതമായിട്ടുള്ളതാണ്. ചുറ്റും അതിൽ കെട്ടി, അതിന് മതിലിന്റെ ഉള്ളിൽ തന്നെ വീണ്ടും 2-3 ഉണ്ട്. സാറിന് പറയുന്നത് തഞ്ചാവൂരിൽ പിന്നെ പാലസ് കാണാൻ പോകുമ്പോൾ കാണാൻ പറ്റും. വലിയ കോട്ടമതിലിന്റെ ഉള്ളില് അകഴി എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്. അതായത് ആ കോട്ടമതിലിനും കൊട്ടാരത്തിലേക്ക് കടക്കാൻ പോകുന്ന ഇതിനെ ഇടയ്ക്ക് ഒരു വലിയ നീണ്ട ഒരു പാതയും കാണും. ആഴത്തിലുള്ള, നീന്തി കടക്കാൻ പറ്റാത്ത രീതിക്കുള്ള എന്താ പറയുക, നീർച്ചാല് പോലെ ചുറ്റും കാണും. അതില് വിശന്ന് കഴിയുന്ന തിമിംഗലങ്ങളെയും മറ്റുള്ള ജലജീവികളും ഇവിടെ കാണും. ക്രൂരമായിട്ട് മനുഷ്യനെ ആക്രമിക്കാൻ വേണ്ടിയുള്ള രീതിക്ക് വളർത്തുകയും ചെയ്യും. അപ്പൊ അതിന് കടന്ന് ആർക്കും നീന്തിയൊന്നും കടക്കാൻ പറ്റത്തില്ല. അത് നമ്മുടെ ഈ ബാഹുബലി എന്നുള്ള ഇതിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും, സിനിമയിലെ ആ കോട്ടമതിലും ആകഴിയും ഇതൊക്കെ ആയിട്ടുള്ളത്. അപ്പൊ അങ്ങനത്തെ ഒരു സുരക്ഷത്തെ കുറിച്ചാണ് പറയുന്നത്. അത് ആ കാലഘട്ടത്തിൽ ഓരോ ചെറിയ ചെറിയ രാജ്യങ്ങൾക്ക് അത് വേണമായിരുന്നു. അതുപോലെ വലിയ സാമ്രാജ്യങ്ങൾക്കും അത് വേണമായിരുന്നു. അപ്പൊ രാജാവ് തന്റെ ഭരണ നിർവഹണം നടത്തുമ്പോൾ തന്നെ ശത്രുവിനെ ആക്രമിക്കുകയോ അത് സ്വന്തം രാജ്യത്തിന് വിപുലീകരിക്കാനോ വികസിപ്പിക്കാനോ ഈ സമ്പത്തും ജനങ്ങളും എല്ലാം സുരക്ഷിതമായിരിക്കാൻ കൂടിയാണ് ഈ കോട്ട. അത് എന്താ പറഞ്ഞാല് അരൺമന, രാജാവിന്റെ കൊട്ടാരത്തിന് ചുറ്റും ഒരു കോട്ട കാണും. അതുപോലെ രാജ്യത്തിന്റെ ചുറ്റും ഒരു കോട്ട ഉണ്ടാവും. കാവൽക്കാരും ഉണ്ടാവും, കോട്ടക്കാവലും ഉണ്ടാവും. മുൻ അധികാരത്തിൽ നിർവഹിച്ച നാട്ടിന് സുരക്ഷിത്വം നൽകുന്നതും ശത്രു സൈന്യങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുന്നതും രാജാവിന് കാവലായി വിരാജിക്കുന്നതുമായ ദുർഗത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഈ അധികാരത്തിൽ പറയുന്നത്. ആറ്റുപവർക്കും അരുൺ പൊരുൾ, അഞ്ചി തർപ്പോറ്റുപവർക്കും പൊരുൾ, കൂറ്റത്താൽ പോർ ചെയ്യുവോർക്കും ഭയാൽ
സ്വയം പോറ്റുവോർക്കും ദുർഗമ ഭയം. അതില് കോട്ട എന്നത് എല്ലാ സജ്ജീകരണങ്ങളും കൂടി അന്യരെ ആക്രമിക്കാൻ മുതിരുന്നവർക്കും സഹായകരമായ മഹത്വം ഉള്ളതാകുന്നു. അതുപോലെ തന്നെ തൻ്റെ മേൽ ആക്രമണത്തിന് വരുന്നവരെ ഭയന്ന് സ്വയം രക്ഷപ്പെടാൻ നോക്കുന്നവർക്കും സഹായകമാകുന്നു. വീണ്ടും രാജകീയമായ സമസ്ത പ്രൗഢികളോടും കൂടി ഉറച്ചു നിന്ന് യുദ്ധം ചെയ്യുന്നതിന് കോട്ട ആശ്രയമായി വർദ്ധിക്കുന്നു. യുദ്ധസംബന്ധമായി ദൂരദേശങ്ങളിലേക്ക് പോകുമ്പോൾ സമ്പാദ്യങ്ങളുടെയും മറ്റും നില കോട്ടയിൽ സുരക്ഷിതമായിരിക്കും. അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള നിസ്സഹായത കൊണ്ട് ഒരു വേള യുദ്ധം ചെയ്യാൻ കഴിയാതെ തന്നെ കാക്കണമെന്ന് കരുതുന്നവർക്കും കോട്ട അഭയസ്ഥാനമായി വർദ്ധിക്കുന്നു. പോറ്റത്താൽ പോർ ചെയ്യുവോർക്കും ഭയാൽ സ്വയം പോറ്റുവോർക്കും ദുർഗമ ഭയം. ഓവർ. Thank you, sir. The Tirukural is a revered classical Tamil text composed by the poet Saint Tiruvalluvar, consisting of 1330 couplets, kurals, offering universal ethical guidance. It is divided into 3 sections: Aram, virtue, Porul, wealth, governance, and Imbam, love, joy, addressing all aspects of human life. The text, often called the Tamil Veda, is celebrated for its secular nature and timeless wisdom that transcends culture and religion. Chapter 75, titled Aran or the fortification, falls under the Porul section, focusing on the essentials of a strong state. This chapter details the 4 fundamental features an ideal fortress should possess: water, open space, a hill or mountain, and shady forests, all essential for defense and sustenance. The Kurals emphasize that a fort is vital for both those seeking shelter from enemies and those preparing to launch an attack. Moreover, the fortification should be difficult for foes to capture while providing ample resources and easily defensible positions for those within. Kural 741. Fort is a security center for fighters and refugees scared of war. Also, it is a rescue shelter. The couplet 741. A fort is an asset to the offender as well as to those who seek refuge in defense, highlights the dual protective and strategic value of a fortification. In the ancient South Indian kingdom of the Pandyas, during a period of relentless Chola invasion, the city of Madurai was besieged. King Kulasegara Pandyan relied on the formidable Madurai fort, not just to house his fighting army, but also to shelter countless citizens who had fled the surrounding villages in fear of the war. From the fort's towers, the king's soldiers could launch successful counter attacks the offenders, while the strong high walls ensured the complete safety and survival of the fearful refugees and their stores, those who seek refuge. Thus, the fort served as both a strategic base for offense and an indispensable sanctuary for the distressed population, perfectly illustrating the Kural's timeless wisdom. Thank you, sir.
Kural 742. അടുത്ത രണ്ടാമത്തെ കുറളാണ്. അതായത് 742. മണിനീരും മണ്ണും മലയും അണിനിഴൽ കാടും ഉടയത് അരൺ. ഇപ്പോൾ നമുക്ക് ആദ്യത്തെ കുറളിൽ അരൺ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞു. അതായത് ഒരു അരൺ നമുക്ക് ആവശ്യമാണ്. ആ അരൺ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മളെ സംരക്ഷിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് പറഞ്ഞത്. അതിന്റെ മഹത്വം എന്താണെന്ന് പറഞ്ഞു. അത് ആവശ്യമാണ്, യുദ്ധം ചെയ്യുന്നവർക്ക് എല്ലാവർക്കും വേണമെന്ന് പറഞ്ഞു. അടുത്ത ഇതിൽ പറയണ എന്താണ് അരൺ, അതായത് നമ്മളിപ്പോ ഒരു രാജ്യം ഉണ്ട്, ആ രാജ്യത്തിന് പാതുകാപ്പ് അല്ലെങ്കിൽ അരണായിരിക്കുന്നത്, സംരക്ഷിക്കുന്നത് എന്താണെന്ന്. അതിൽ വേറെ മണിനീരും, അതായത് വെള്ളം, അത് കഴിഞ്ഞാൽ മണ്ണ്, പിന്നെ കാട്, ഇതാണ് ശരിക്കും ഒരു രാജ്യത്തിന് ആവശ്യമായത്. അത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിങ്ങനെ പറയാൻ കാരണം കാടുമുടയത് അരൺ എന്ന് പറയുന്നു. ഇതാണ് പാതുകാപ്പ് അല്ലെങ്കിൽ സംരക്ഷണം എന്ന് പറയാൻ കാരണം ഈ സാറ് പറഞ്ഞതുപോലെ, മോഹൻദാസ് സാർ പറഞ്ഞല്ലോ, അകഴി എന്ന് പറയുമ്പോൾ അത് വെള്ളം കാണും. അത് എല്ലാ അരൺമന അല്ലെങ്കിൽ ഈ പാലസിന്റെ തൊട്ടടുത്ത് അതായത് പുറത്തു നിന്ന് വരുന്നവർക്ക് ആദ്യം കാണുന്ന മതിൽക്കെട്ട്, ആ മതിൽക്കെട്ട് കഴിഞ്ഞാല് ഒരു ഇത്രയും നീളം വീതിയുണ്ട്, അതിനുള്ള ആ നീളത്തിലും വീതിയിലുമായിരിക്കും ഒരു അകഴി എന്ന് പറയുന്നത്. അതില് നമുക്ക് ഈ പാലക്കാടുള്ളവർക്ക് അറിയാൻ പറ്റും, അവിടെ ഈ പാലക്കാട് ഈ അകഴി ഇപ്പോഴും ഉണ്ട്. അതായത് ആ ടിപ്പു സുൽത്താൻ കോട്ട, ആ കോട്ടയുടെ അകത്തൊരു ഹനുമാൻ ക്ഷേത്രമുണ്ട്. അതില് പോയി കാണുകയാണെങ്കിൽ ഈ അകഴി കാണാം. അതിന് ചുറ്റുമാണ് ഇപ്പൊ ആൾക്കാരൊക്കെ നടക്കുന്നത്. അതാണ് കറക്റ്റ് ആ അകലം വീതിയും. അതുപോലെ ഒരു വെള്ളം കാണും. അതിൻ്റെ അകത്ത് മുതലയിട്ടേക്കും. ഏത് സമയത്തും ആ മുതലയ്ക്ക് ഭക്ഷണം വയറ് നിറച്ച് കൊടുക്കത്തില്ല. അത് ജീവിക്കാനുള്ള ആവശ്യത്തിനുള്ള ഭക്ഷണം മാത്രമേ കൊടുക്കൂ. യുദ്ധം വരണമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരപ്പ തന്നെ അത് ആ അകഴിയുടെ മുകളിൽ ഒരു പ്ലാറ്റ്ഫോം ഇട്ടേക്കും. അത് അടപ്പെട്ട് തുറക്കാൻ പറ്റുന്നതാണ്. അപ്പൊ അതിനെ തുറന്നു വെച്ചേക്കും. അപ്പൊ കറക്റ്റ് ഈ മതിലിൽ കൂടി ചാടുന്നവർ നേരെ ഏതിലായിരിക്കും വീഴുന്നത്? ഈ അകഴിയിലായിരിക്കും വീഴുന്നത്. അപ്പൊ ആ മുതല കടിച്ചു തിന്നോളും. അതിനു വേണ്ടിയാണ് എല്ലാ ഇതിലും. ഇത് പുറമേ നിന്ന് വരുന്ന ആൾക്കാർക്കും അറിയാൻ പറ്റും, കാരണം ഈ അകഴി കാണും എന്നുള്ളത് കാരണം പലർക്കും അറിയാം. പക്ഷെ ഈ അകഴി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് കാശും ചെലവാകും. അപ്പൊ അതായത് ഈ തമിഴിൽ പറയുമ്പോൾ കുറുനിലം മന്നർ എന്ന് പറയും, അവരിൽ എല്ലാവർക്കും ഒന്നും ഇത് ചെയ്യാൻ കഴിയില്ല, ചിലർക്ക് മാത്രമേ പറ്റുന്നുള്ളൂ. പക്ഷെ ഏകദേശം എല്ലാ അരൺമനയിലും ഇതുണ്ട്. ഈ പാതുകാപ്പിനെ അല്ലെങ്കിൽ ഈ സംരക്ഷണത്തിനെ കുറിച്ച് തമിഴിൽ ജീവക സിന്താമണി എന്നൊരു കാവ്യമുണ്ട്. അതിൽ നന്നായി പറയുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാല്, ആ മതിൽ തൊടുമ്പോൾ തന്നെ അന്നത്തെ കാലത്ത് അത് വായിക്കുമ്പോൾ എനിക്കും അതിശയം തോന്നിയിട്ടുണ്ട്. കാരണം അതിൽ ഒരുപാട് സയൻസുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ കാലത്ത് നമ്മൾ ഉപയോഗിക്കുന്ന പലതും അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുഷ്പക വിമാനം എന്ന് പറയുന്നതിനെ അവിടെ പറഞ്ഞിട്ടുണ്ട്. ആ പുഷ്പക വിമാനം എന്ന് പറയുന്നത് ഒരു രാജ്ഞി, രാജ്ഞിയെ മറ്റുള്ളവരിൽ നിന്നും സംരക്ഷിക്കാൻ വേണ്ടി ആ രാജാവ് തോറ്റുപോകും എന്നറിഞ്ഞ ഉടൻ തന്നെ ആ രാജ്ഞി ഗർഭിണിയാണ്, അവളെ അവിടെ നിന്ന് ആ പുഷ്പക വിമാനത്തിൽ കയറ്റി രക്ഷിക്കുന്നു. അപ്പൊ അത് പോയി അതിന്റെ അകത്തിരിക്കുന്ന എന്തോ ഒരു സംഭവമാണ്, അത് എന്താണെന്ന് പറഞ്ഞിട്ടില്ല. അത് നഷ്ടപ്പെടുമ്പോൾ ആ വിമാനം തകർന്ന് ഒരു കാട്ടിന്റെ അകത്താണ് വീഴുന്നത്. പിന്നെ അത് അങ്ങനെയാണ്. അപ്പോൾ ഇതുപോലെ സംരക്ഷണം എന്ന് പറയുന്നതിനെ കുറിച്ച് ഒരുപാട് തമിഴ് ലിറ്ററേച്ചറിൽ പറഞ്ഞിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ജീവക സിന്താമണിയിലും ഇതുപോലുള്ള സംഭവങ്ങൾ, അതായത് ഈ ടെക്നോളജി എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന്. അതില് മതിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഉടുമ്പുണ്ടല്ലോ, ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഉടുമ്പ്. ആ ഉടുമ്പില് കയറ് കെട്ടിയിട്ട് ആ ഉടുമ്പിനെ ഈ മതിലിന്റെ അകത്തോട്ട് എറിഞ്ഞിട്ട് അത് പിടിച്ചാണ് ഇവര് പുറത്ത് കിടക്കുന്നത്, അതായത് അകത്തേക്ക് വരുന്നത്. അത് ഈ ടെക്നോളജിയെ കുറിച്ചും ജീവക സിന്താമണിയിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കാവൽക്കാടെന്ന് പറയും. ഈ കാവൽക്കാടെന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ അതിർത്തിയിൽ തന്നെ ചുറ്റിലും കാവൽക്കാട് കാണും. അത് ഫുൾ കാടാണ്. ഈ കാട് കടന്ന് മാത്രമേ ആർക്ക് വരാൻ പറ്റൂ? എതിരാളിക്ക് അകത്തോട്ട് കിടക്കാൻ പറ്റൂ. അപ്പൊ ശത്രുക്കൾ എങ്ങനെ വരുന്നു എന്നുള്ളതിനെ ഒറ്ററിയാൻ വേണ്ടി ഈ കാവൽക്കാടിനെ ചുറ്റും ആൾക്കാർ കാണും. അപ്പൊ സംഘം ലിറ്ററേച്ചറിൽ ഈ കാവൽക്കാടിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ കാവൽക്കാടിനെ ഒരാൾ വന്ന് തീയിട്ട് കഴിഞ്ഞാൽ, അപ്പോ ഈ കാവൽക്കാടുള്ള രാജ്യം ഏതാണോ ആ രാജാവ്
സൂക്ഷിക്കണം എന്നാണ്. കാരണം ഈ കാവൽക്കാരനെ നശിപ്പിച്ചു എങ്കിൽ ശത്രുക്കൾ നമ്മളെ അടുക്കാനുള്ള സമയം അടുത്തു എന്നറിയണം. അതിനുവേണ്ടി ഈ കാവൽക്കാടിനെ സൂക്ഷിക്കും. ഈ കാവൽക്കാടിനെ കത്തിയിടുന്നതും ഇതൊക്കെ ജയിച്ച രാജാവിന്റെ എന്തുവാ ആഘോഷമാണ് ഈ കാവൽക്കാട് തീയിടുന്നത്. ഇതിനെക്കുറിച്ച് സംഘം ലിറ്ററേച്ചറിൽ പാട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, പുറം എന്ന് വരുന്ന പകുതിയിലാണ് ഇത് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഈ വള്ളുവർ എടുത്തു പറയുന്നത് ഇത് കാട് വേണം, വെള്ളം വേണം. ഈ അകഴിയിൽ ഫുൾ വെള്ളമാണ്. അതുപോലെ തന്നെ ഒരു രാജ്യത്തിനെ സംരക്ഷിക്കാൻ നമുക്ക് ബേസിക് നീഡ്സ് എന്ന് പറയുന്നത് ഫുഡും വേണം, ഷെൽട്ടർ വേണം. അതുപോലെ നമുക്ക് വെള്ളം അത്യാവശ്യ സംഭവമാണ്. അപ്പൊ എത്രത്തോളം വെള്ളമുണ്ടോ വെള്ളം കൊണ്ട് ആ രാജ്യം നിറഞ്ഞിരിക്കണം, അതും എടുക്കാം. അതുപോലെ ഒരു പാലസിനെ സൂക്ഷിക്കാൻ ആ വെള്ളം അത്യാവശ്യമാണ്. അത് കഴിഞ്ഞിട്ട് മണ്ണെന്ന് പറയുന്നത് നമുക്ക് താമസിക്കാനുള്ള സൗകര്യമുള്ള ഒരു ഭൂതലമാണ്. ആ ഭൂതലം പരന്നതായിരിക്കണം. അതാണ് മണ്ണ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് വേണ്ടതെന്ന് പറയുന്നത് കാടാണ്. കാടെന്ന് പറയുമ്പോൾ ഫുൾ നമുക്ക് ഈ നേച്ചർ അല്ലെങ്കിൽ പ്രകൃതി കൊണ്ട് നിറഞ്ഞതായിരിക്കണം ഈ രാജ്യം. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്നത് മണിനീര് എന്ന് പറഞ്ഞാൽ തെളിഞ്ഞ നീരെന്നാണ്. മണ്ണും തെളിഞ്ഞ നല്ല വെള്ളവും മണ്ണെന്ന് പറഞ്ഞാൽ ഭൂതലം, മലയും അതുപോലെ കുന്ന് വേണം. അണിനിഴൽ കാടും, നിഴൽ തരുന്ന കാടും, ഉടയത് അരൺ. ഇത് എല്ലാം ചേർന്നതാണ് ഒരു രാജ്യത്തിന്റെ സംരക്ഷണം എന്ന് പറയുന്നത്. ഇന്ന് നമുക്കറിയാം നമ്മുടെ ഇന്ത്യയെ സംരക്ഷിക്കുന്നത് നമ്മുടെ വടക്ക് ഭാഗത്തുള്ള ഹിമാലയൻ മൗണ്ടൻസ് ആണ്. കാരണം നമുക്ക് പ്രകൃതിക്ഷോഭം വരാതെ, ഭയങ്കര കാറ്റ് നമുക്ക് ഇങ്ങോട്ട് വരാതെ തടഞ്ഞു നിർത്തുന്നത് ആ മലയാണ്. അപ്പോ വള്ളുവർ അന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് നമുക്ക് അത്യാവശ്യമാണ്. എപ്പോഴും നമ്മുടെ രാജ്യത്തിൽ വെള്ളം വേണം. അത് ഏതായാലും ശരി തന്നെ വെള്ളം അത്യാവശ്യം വേണ്ടതാണ്. അതുപോലെ നല്ല മണ്ണും വേണം. ഇതെല്ലാം നമുക്ക് നമ്മുടെ ജനങ്ങൾ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അടുത്തത് മല എന്ന് പറയുന്നത് പ്രകൃതിക്ഷോഭത്തിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്നത് മാത്രമല്ല, എല്ലാ കാര്യങ്ങൾക്കും ഉതകുന്നത്. അന്ന് മലയിൽ ജനങ്ങൾ ജീവിച്ചിരുന്നു, ഇന്നുമുണ്ട്. അതുപോലെ അണിനിഴൽ കാട്, നല്ല നിഴൽ തരുന്ന കാടും വേണം. ഈ കാടെന്ന് പറയുന്നത് നമുക്ക് ഭക്ഷിക്കുന്ന സാധനങ്ങൾ എല്ലാം വിളയിച്ചെടുക്കുന്ന ആവണം ഈ കാട്. അത് മാത്രമല്ല, ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞ കാവൽക്കാടും ഇതിൻ്റെ അകത്ത് വരുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ചേർന്നതാണ് നമുക്കൊരു സംരക്ഷണം എന്നുള്ളതാണ് ഈ കുറളിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. തിരുക്കുറൾ ഭാഗം 2, അർത്ഥപ്രകരണം, രാജാംഗം, അധികാരം 75, കോട്ട. കുറൾ 742. മണിനീരും മണ്ണും മലയും അണിനിഴൽക്കാടും ഉടയതു അരൺ. മണിനീരും മണ്ണും മലയും നിഴലണി വനവും നിറഞ്ഞതാം ദുർഗം. ഇന്ന് നാം അത്ഭുതത്തോടെ കാണുന്ന പഴയ കോട്ടകൾ പുരാവസ്തുക്കളുടെ ഭാഗമായിരിക്കാം. സംരക്ഷണമില്ലാതെ ഇടിഞ്ഞും പൊളിഞ്ഞും തകർന്നും നാമാവശേഷമായി കഴിഞ്ഞവയും അക്കൂട്ടത്തിലുണ്ട്. പണ്ട് അതായിരുന്നില്ല സ്ഥിതി. രാജ്യരക്ഷ എന്നത് അക്കാലത്ത് ഒരു വഴിപാടായിരുന്നില്ല. അന്യദേശക്കാർ നുഴഞ്ഞു കയറി ഒരു തരി മണ്ണ് പോലും കയ്യേറിയിരുന്നില്ല. ദേശസ്നേഹികളായ ചക്രവർത്തിമാർ പ്രാണൻ ത്യജിച്ചും നാട് കാത്ത ഒരു നല്ല കാലമായിരുന്നു അത്. രാജകീയമായ സമസ്ത പ്രൗഢികളോടുകൂടി ഉറച്ചു നിന്ന് യുദ്ധം ചെയ്യുന്നതിന് കോട്ട ആശ്രയമായി വർത്തിക്കുന്നു. യുദ്ധസംബന്ധമായി ദൂരദേശങ്ങളിലേക്ക് പോകുമ്പോൾ സമ്പാദ്യങ്ങളുടെയും മറ്റും നില കോട്ടയിൽ സുരക്ഷിതമായിരിക്കും. ഏതെങ്കിലും തരത്തിലുള്ള നിസ്സഹായത കൊണ്ട് ഒരു വേള യുദ്ധം ചെയ്യാൻ കഴിയാതെ തന്നെ കാക്കണമെന്നുള്ളവർക്കും കോട്ട അഭയമാകുന്നു. അരൺ എന്നാൽ കോട്ട. രാജാവിന്റെ വസതിക്ക് ഈ കോട്ടയുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നത് എന്ന അർത്ഥത്തിൽ അരൺമനൈ എന്ന് പറയുന്നു. അതത്രേ അരമന. ഒരിക്കലും ഒഴുക്ക് നിലയ്ക്കാതെ മുത്തുമണി പോലെ തെളിഞ്ഞൊഴുകുന്ന ജലം, നദി, തുറസായ വെളിമ്പ്രദേശം, മൈതാനം, ഉയർന്നു മാനം മുട്ടുന്ന മല, മനോരഞ്ജകമായ കുളിരും തണലും പൂനിഴലും നൽകുന്ന നിബിഡമായ വനസ്ഥലം, ഇതെല്ലാം ചേർന്നതാണ് കോട്ട. ചുരുക്കത്തിൽ ജലദുർഗം, സ്ഥലദുർഗം, അദ്രിദുർഗം, വനദുർഗം എന്നീ 4 ദുർഗങ്ങളുടെയും സമാകൃതിയാകുന്നു
യഥാർത്ഥ ദുർഗം. കുറൽ 742. മണിനീരും മണ്ണും മലയും അണിനിഴർ കാടും ഉടയതു അരൺ. മണിനീരും മണ്ണും മലയും നിഴലണി വനവും നിറഞ്ഞതാം ദുർഗം. താങ്ക് യു. Good evening to all. Tirukkural, Part 2, Purutpal, Artha. Kural 742. Maninirum Mannum Malayim Aninirar Kadum Udayadu Aran. Fort should comprise of pure water, level ground, hill, and beautiful shade giving forest. A fort is that which once found of waters, crystal clear, an open space, a hill, and shade of beauty's forest near. In other words, a fort is that which has everlasting water, plains, mountains, and cool shady forest. A fort is wealth to those who act against their foes, is wealth to them who, fearing, guard themselves from woes. A fort is an object of importance to those who march against their foes, as well as to those who, through fear of pursues, would seek it for shelter. മണിനീരും മണ്ണും മലയും അണിനിഴർക്കാടും ഉടയത് അരൺ. താങ്ക് യു. ഓവർ സർ. അടുത്തത് 743 കുറളാണ്. ഉയർവ്, അകലം, திண்மை, அருமை இந்நான்கின் அமைவு அரண் என்று உரைக்கும் നൂൽ. ഇതില് ഒരു അരൺ, അല്ലെങ്കിൽ ഇത് സ്പെസിഫിക് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു അരൺമന എങ്ങനെ ആവണം, അതിന്റെ ചുറ്റുമതിൽ എങ്ങനെ ആയിരിക്കണം, അതിന്റെ അകത്തേക്ക് കടക്കാൻ പറ്റാത്തതാവണം എന്നുള്ള ആ ഒരു സ്ട്രക്ചറിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അതായത് അരൺ എന്ന് പറയുമ്പോൾ അത് ആ പാതുകാപ്പ് അല്ലെങ്കിൽ സംരക്ഷണം നൽകുന്ന രീതിയിലാവണം അതിന്റെ സ്ട്രക്ചർ. അപ്പോ നമ്മളിപ്പോ വീട്ടില് ഒരു കോമ്പൗണ്ട് വാൾ വെക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്? ആദ്യം നമ്മൾ ചിന്തിക്കുന്നത് ആരെങ്കിലും അകത്ത് കടക്കാതിരിക്കണം. അടുത്തത് നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? പൂച്ചയോ പട്ടിയോ കടക്കാതിരിക്കണം. ഇനി ആരെങ്കിലും ചാടിക്കിടക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് മുള്ളൊക്കെ കുത്തിവെക്കും. അപ്പൊ ഇതുപോലെ നമുക്ക്, അതുകൊണ്ടാണ് ഇതില് ഉരയ്ക്കും നൂൽ എന്ന് പറയുന്നത്. ഇതിനെയെല്ലാം പറയുന്ന ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പുസ്തകം ഉണ്ടായിരുന്നു. അത് നമുക്കിപ്പം തൊൽക്കാപ്യം എന്ന് പറയാം. കാരണം തൊൽക്കാപ്യത്തിന് മുന്നേ തന്നെ അഗസ്ത്യം എന്നൊരു ഗ്രാമർ നൂലുണ്ടായിരുന്നു, പുസ്തകം ഉണ്ടായിരുന്നു. അതിനെ ബേസ് ചെയ്തിട്ടാണ് തൊൽക്കാപ്യം വന്നത്. അപ്പൊ തൊൽക്കാപ്യത്തില് ഈ പുറത്തിണയിയൽ എന്ന് പറഞ്ഞ് ഒരു ഭാഗമുണ്ട്. അത് മുഴുവനും എങ്ങനെയാണ് യുദ്ധം ചെയ്യണം, ആര് ചെയ്യണം, എപ്പോൾ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം, ഒരു വാള് എടുത്തോണ്ട് പോകുന്നത് എങ്ങനെ, അതിന് വാള് മംഗലം എന്ന് പറയും. ആ വാളിനെ വെറുതെ എടുത്തോണ്ട് പോകാൻ പാടില്ല. അത് അകത്തുനിന്ന് പുറത്ത് കൊണ്ടുപോകുമ്പോൾ അതിന് പൊട്ടിട്ട് ചന്ദനമിട്ട് അതിനെ ചില പൂജ കർമ്മങ്ങളൊക്കെ ചെയ്താണ് കൊണ്ടുപോകുന്നത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ ഒരു കോട്ട മതിൽ എങ്ങനെ ഇരിക്കണം എന്നുള്ളതിനെ കുറിച്ച് സ്പെസിഫിക് പറയുന്നുണ്ട്. അതാണ് ഇവിടെ ഉരയ്ക്കും നൂൽ എന്ന് പറയാൻ കാരണം. വള്ളുവർ സ്വയം പറയുന്നതല്ല, അതിന് ഇതൊക്കെ പല നൂലെന്ന് പറഞ്ഞാൽ പുസ്തകമാണ്, അതിൽ ഇതിന് മുന്നേ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞിട്ടാണ് എന്തൊക്കെ വേണമെന്ന് പറയുന്നത്. അതിൽ ആദ്യം വേണ്ടത് ഉയർവ്, അകലം, തിന്മൈ, ഈ അരുമൈ, ഇത് 4 വേണം. ഇതില് ഉയർവ് എന്ന് പറയുന്നത് ഹൈറ്റ്. അതായത് ഒരാൾക്ക് ഏണി വെച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങൾ വെച്ചിട്ടോ കടക്കാൻ പാടില്ല. അത്രയും ഹൈറ്റ് വേണം. അതാണ് എടുത്തു പറയാൻ കാരണം ഉയർവ്. അപ്പൊ ആ ഉയർവ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ജീവക ചിന്താമണിയാണ് എനിക്ക് പറയേണ്ടത്. അതിൽ ഇതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം വെച്ചിട്ടായിരിക്കാം വള്ളുവർ ഇത് പറഞ്ഞത്. കാരണം വള്ളുവറിന്റെ കാലത്തിന് മുമ്പേ വന്നതാണ് പല ഈ പുസ്തകങ്ങൾ. അതില് ഉയർവ് പറഞ്ഞതിന് ശേഷം അടുത്തത് പറയുന്നത് അകലം. അകലം എന്ന് പറയും, ഉയർവ് എങ്ങനെയാണോ ഏണി വെച്ചിട്ട് കയറി അകത്തോട്ട് കടക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കണം അതിന്റെ ഹൈറ്റ്. അടുത്തത് അകലം. അകലം എന്ന് പറയുന്നത് വെളിയിൽ നിന്ന് ഒരാൾക്ക് അതിന്റെ വീതി എന്താണ് എന്ന് മനസ്സിലാക്കാൻ പാടില്ല.
ആ രീതിയിലാവണം ആ മതിൽക്കെട്ടിന്റെ സ്ട്രക്ചർ. കാരണം പുറത്തു നിന്ന് ആളാണെങ്കിൽ ഇതിന്റെ അകത്ത് ഇത്രയും വീതിയുണ്ട്, അപ്പൊ നമുക്ക് കയറി കഴിഞ്ഞാൽ ഇത്ര വീതിയുള്ള മതിലിൽ നിൽക്കാൻ പറ്റും എന്ന ഒരു ചിന്ത പാടില്ല. അത്രയും വീതി വേണം. ഇനി മാത്രമല്ല, അകത്തുള്ളവർക്ക് അവരുടെ തല തട്ടത്ത രീതിയിൽ തലയുടെ അകലത്തിൽ വേണം ആ മതിൽക്കെട്ടിന്റെ അകലം നിൽക്കേണ്ടത്. ഹൈറ്റ് വേണം, അടുത്തത് അതിന്റെ അകൽച്ച വേണം. ഇനി അതിന്റെ അടുത്ത് പറഞ്ഞ തിന്മ എന്ന് പറഞ്ഞാൽ അതിന്റെ ബലമാണ് തിന്മ എന്ന് പറയുന്നത്. അപ്പൊ ആ ബലം എങ്ങനെയായിരിക്കണം? കല്ല് കൊണ്ട് ചെയ്ത ഇഷ്ടികയായിരിക്കണം. അപ്പോൾ ആ കല്ല് കൊണ്ട് നിർമ്മിച്ചു കഴിഞ്ഞാൽ അതിനെ ആരും കുത്തിപ്പൊട്ടിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു മതിൽ കെട്ടാവണം. കാരണം അല്ലെങ്കിൽ ശത്രുക്കൾക്ക് എത്രയും പെട്ടെന്ന് അതിനെ ഇടിച്ചു കളയാൻ പറ്റും. അതുകൊണ്ട് കൽക്കെട്ടായിരിക്കണം. അതുകൊണ്ടാണ് ഈ തിന്മ എന്ന് പറയുന്നത് വെച്ചാൽ ഭയങ്കര ഉറുതി എന്ന് പറയും, അല്ലെങ്കിൽ ബലം എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് പറയുന്നത് അരുമൈ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് പ്രധാനപ്പെട്ട ഒരു കാരണം. അരുമയാണത് എന്ന് പറയുമ്പോൾ വളരെ റെയർ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നതാണ്. ഇത് കണ്ടാൽ നമ്മൾ അതിശയിച്ചു പോകും, ഇങ്ങനെയൊക്കെയാണോ എന്ന് ചിന്തിക്കുന്ന രീതിയിലാവണം. എന്തുകൊണ്ട്? ഭംഗിയല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഉടുമ്പ് ഇട്ടിട്ട് അകത്ത് കടക്കാൻ ശ്രമിക്കും. അതുപോലെ തന്നെ ചില പൊറികളുണ്ട്, അതിനെ പറയുന്നതാണ് ഈ പൊറി ഉപയോഗിക്കുന്നത്. മതില് കടക്കാൻ വേണ്ടി ചില പൊറികളെ ഉപയോഗിക്കും. അതെന്തെന്ന് വെച്ചാല് ഈ കവൺ എന്ന് പറയും. അതിന് മലയാളത്തിൽ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല. ഇങ്ങനെ ഇരിക്കും, എന്റെ പേരിൽ കാണിക്കുന്നില്ലേ, ഇതുപോലെ ഇരിക്കും. ഇതിന്റെ അറ്റത്ത് പിടിച്ചിട്ട് ഒരു റബ്ബർ വെച്ചിട്ട് അടിക്കില്ലേ, അതിനാണ് പറയുന്നത് കവണെന്ന്. അതിൽ കല്ല് വെച്ചിട്ട് അടിക്കും. അപ്പൊ അതുപോലെ തന്നെ അമ്പ് വെച്ചിട്ട് വിടുകയും ചെയ്യും. അങ്ങനെയുള്ള പൊറി. പിന്നെ മയിൽച്ചെറി എന്ന് പറയുമ്പോൾ ഈ മയിൽ പോലുള്ള ഒരു പൊറിയാണ്, അതിനെയും പൊറി എന്നാ പറയുന്നത്. ഇതും ഈ മതിലിൽ നിന്നും അകത്തോട്ട് കടക്കാൻ വേണ്ടി ഇവർ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ ഇത് എല്ലാം തന്നെ കടക്കാത്ത രീതിയിലാവണം ഈ മതിൽക്കെട്ട്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ശത്രുക്കൾക്ക് അകത്ത് കടക്കാൻ പറ്റും. ഇതിനെയാണ് അരുമ എന്ന് പറയുന്നത്. ഈ അരുമ എന്ന് പറഞ്ഞാൽ വളരെ അതിശയിക്കുന്ന തരത്തിലുള്ള ഇതാവണം എന്നുള്ളതാണ് ഈ അരുമ എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ നാലും അമൈവ് അരൺ എന്ന് ഉരയ്ക്കുന്നു. ഈ നാലും ചേർന്നതാണ് ശരിക്കുമുള്ള ഒരു അരൺ. ഇവിടെ മതിൽക്കെട്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ സംരക്ഷണം തരുന്ന ഈ മതിൽക്കെട്ട് ഇങ്ങനെ ആവണം. ഈ നാലും ഉണ്ടെങ്കിൽ മാത്രമാണ് ആ കോട്ടയ്ക്കകത്തുള്ളവർക്ക് സംരക്ഷണം കിട്ടുന്നത് എന്ന് ഉരയ്ക്കുന്നുൽ എന്ന് പറയുന്ന, അല്ലെങ്കിൽ എടുത്തു പറയുന്ന ഒരു പുസ്തകങ്ങൾ പറയുന്ന സംഭവമാണ് ഈ നാലും. ഇതാണ് ഈ കുറിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഈ പൊറി എന്ന് പറയുമ്പോ കെണി എന്നുള്ള അർത്ഥമാണോ വരുന്നത്? അതെ, കെണി മാത്രമല്ല, എല്ലാം ഈ ടെക്നോളജിയിൽ ഉപയോഗിക്കുന്ന എല്ലാ സാധനത്തിനെയും കെണി എന്ന് പറയുമ്പോൾ ഒരെണ്ണത്തിനെ പിടിക്കാൻ മാത്രം ഉപയോഗിക്കുന്നതല്ലേ. ഇത് അങ്ങനെയല്ല. ഇവർ ഇത് വെച്ചിട്ട് അകത്തോട്ട് കടക്കും ഈ പൊറി ഉപയോഗിച്ചിട്ട്. അതിന് മയിൽപ്പൊറി, സിംഗപ്പൊറി, ഇങ്ങനെ പല പൊറികളുണ്ട്. ഇതെല്ലാം ജീവക ചിന്താമണിയിൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതുകൂടി പറയുകയാണെങ്കിൽ 1 മണിക്കൂർ തികയില്ല, അതുകൊണ്ടാണ്. താങ്ക് യു മാം. ഖുർആൻ 743. സാർ എന്തെങ്കിലും പറയുന്നുണ്ടോ? ശ്രീകുമാരി മാം ഒന്ന് മ്യൂട്ട് ചെയ്താൽ മതി. എന്തോ മോഹൻദാസ് സാർ എന്തോ പറഞ്ഞു. ഓക്കെ, താങ്ക് യു സാർ. ഖുർആൻ 743. ഉയർവ അകലം തിന്മൈ അരുമൈ ഇന്നാൻകിൻ അമൈ വരൻ എന്റുരയ്ക്കും നൂൽ. ഉയരം അകലം ബലം ദുഷ്പ്രാപ്യത നാലുമൊരുമിക്കിൽ ദുർഗം. ഇതു ശാസ്ത്രം. എത്താത്തത്ര ഉയരം, ശത്രുക്കൾക്ക് ചെന്നെത്താൻ കഴിയാത്തത്ര അകലം, അകത്തുള്ളവർക്ക് യഥേഷ്ടം വ്യാപരിക്കാനുള്ള സ്ഥലവിസ്തൃതി, കരിങ്കല്ലുകൊണ്ടും മറ്റും നിർമ്മിക്കപ്പെട്ട ദൃഢത, ശത്രുജനങ്ങൾക്ക് തുരന്നെത്താൻ കഴിയാതെയും എவ்விധത്തിലും നുഴഞ്ഞു കയറാൻ പറ്റാതെയും ഉള്ള ദുഷ്പ്രാപ്യത. ഈ 4 ഘടകങ്ങളും ഒരുപോലെ ഇണങ്ങിച്ചേർന്നതായിരിക്കണം ദുർഗം എന്ന് ശാസ്ത്രം പറയുന്നു. കോട്ട കെട്ടുന്നത് കല്ലുകൊണ്ടാണല്ലോ. എന്നാൽ അത് മാത്രമല്ല കോട്ട. സ്വയം എങ്ങനെ രക്ഷിക്കണം എന്ന കാര്യം മനുഷ്യരെക്കാൾ പ്രകൃതിക്ക് നന്നായി അറിയാം. നമ്മുടെ രക്ഷയ്ക്ക് നാം തീർക്കുന്ന കോട്ടയിലുപരി
പ്രകൃതി തന്നെ ഓരോ വിധത്തിലുള്ള കോട്ടകൾ തീർത്ത് നമ്മെ രക്ഷിക്കുന്നു. അത് നാം തിരിച്ചറിയില്ല എന്ന് മാത്രം. അതിന്റെ ആവശ്യകതയെക്കുറിച്ച് 2000 വർഷം മുമ്പ് തിരുവള്ളുവർ എന്ന ഋഷികവി തിരുക്കുറൾ എന്ന മഹത് ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു. കുറൾ 743. ഉയർവ അകലം തിന്മൈ അരുമൈ ഇന്നാൻകിൻ അമൈവരൻ എന്റുരയ്ക്കും നൂൽ. ഉയരം അകലം ബലം ദുഷ്പ്രാപ്യത നാലും ഒരുമിക്കൽ ദുർഗം. ഇത് ശാസ്ത്രം. താങ്ക് യു. Thank you, ma'am. 743. Great books say that fort must have 4 aspects of height, width, strength, and beauty. Couplet 743 of the Tirukural states that a fort should ideally possess 4 key attributes: height, width, strength, and beauty, water being implied as essential for sustenance. During the reign of the Sangam era, Chola king Karigala, he decided to rebuild and improve the great fortress of Urayur. Karigala ensured the walls were raised to an exceptional height to deter enemy scaling and broadened their width significantly to allow easy movement of defensive troops and siege weaponry along the top. Furthermore, he mandated that the construction material must ensure unparalleled strength against battering rams and fire, while simultaneously commissioning skilled architects to enhance the structure's overall beauty and grandeur. This harmonious blend of defensive capability and aesthetic value made Urayur a famous, unconquerable city, demonstrating the wisdom of the 4 aspects cited in the ancient texts. These combined features made the fort a psychologically imposing symbol of power and a practically impregnable stronghold. Great books say that fort must have 4 aspects of height, width, strength, and beauty. Thank you. അടുത്തത് 744 കുറളാണ്. ചിറുകാപ്പിൽ പേരിടത്തതാകി ഉറുപകை ഊക്കം അഴിപ്പത് അരൺ. അതായത് നമ്മളെപ്പോഴും സംരക്ഷണം, നമുക്ക് നല്ല സംരക്ഷണം ഉണ്ടെങ്കിൽ നമ്മൾ അതില് എന്താണ് കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ടുള്ള സംരക്ഷണം ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മളെപ്പോഴും എന്താണ് കുറച്ചുകൂടി ഇതാവില്ല. അതായത് ശത്രുക്കൾ വരും, അവരെ എങ്ങനെ സംരക്ഷിക്കണം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ വ്യാകുലരാകില്ല, കാരണം എല്ലാ സംരക്ഷണവും ഉണ്ടല്ലോ. എന്നാൽ ചില സ്ഥലങ്ങളിൽ ചിറുകാപ്പ് എന്ന് പറഞ്ഞാൽ നല്ല ബലമായ ആൾക്കാര് ഒരുപാട് പേരില്ല, കുറച്ചു പേരെ കാവൽ കാക്കാനുള്ളൂ. അങ്ങനെയുള്ള സ്ഥലത്ത് കുറച്ചു പേരാണെങ്കിലും നമുക്ക് കുറച്ച് സ്ഥലമായിരിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിലും അവര് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ കുറളിൽ പറയുന്നത്. ചിറുകാപ്പിൽ പേരിടത്തതാകി. ആ കോട്ട എന്ന് പറയുന്നത് വളരെ വലുതാണ്, എന്നാൽ അതിനെ സംരക്ഷിക്കാനായി കുറച്ച് ആൾക്കാരേ ഉള്ളൂ. എന്നാൽ അതിന്റെ അകത്ത് സാധാരണ ജനങ്ങൾ നല്ല നല്ല സ്പേഷ്യസ് ആയിട്ട് നടക്കാനൊക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അതിന്റെ അകത്ത് ശത്രുക്കൾ കടക്കുകയാണെങ്കിൽ അവരുടെ മനോവീര്യം കെടുത്തണം. അങ്ങനെ ആവണം നമ്മുടെ ഈ മതിൽക്കെട്ടുകൾ. അതായത് ഉറുപകை ഊക്കം അഴിപ്പത് അരൺ. അതായത് ഉറുപകை എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ. അവര് വന്ന് ചില സമയത്ത് നമ്മളിപ്പോ കുറച്ച് ആൾക്കാരേ ഉള്ളൂ എന്ന് കരുതി അവര് ആക്രമിക്കാൻ സാധ്യത കൂടുതലാണ്. ഇപ്പൊ നമുക്ക് മഹാഭാരതത്തിൽ അറിയാലോ, മഹാഭാരതത്തിന്റെ
അവസാനം, അതായത് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഇവര് കാട്ടിൽ നിന്ന് വന്നതിന് ശേഷം സമയം നോക്കിയാണ് ദുര്യോധനൻ രണ്ട് സൈഡായിട്ട് രണ്ട് ആൾക്കാരെ പിരിച്ചു വിട്ടിട്ട് രണ്ട് സൈഡുമായിട്ട് യുദ്ധം തുടങ്ങും. അപ്പോൾ ഇതിനെ ഫേസ് ചെയ്യാൻ പറ്റാതെ വരുന്ന സമയത്താണല്ലോ ഇവര് അർജുനൻ ഗാണ്ഡീവം എടുത്തിട്ട് വരുന്നത്. അപ്പം അവിടെ ആ സമയം നോക്കി ചെയ്യുന്നതാണ്. അപ്പൊ എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ ദുര്യോധനൻ നന്നായി അറിയാം. അതിന് തക്ക രീതിയിൽ അവന് പറഞ്ഞു കൊടുക്കാൻ ശകുനിയും ഉണ്ടായിരുന്നു. അതുപോലെ ഏത് സമയത്താണ് ഇവരെ ആക്രമിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള അറിവ് ഈ ഒറ്റന്മാർ മറ്റ് രാജാക്കന്മാർക്ക് കൊടുക്കും. അപ്പോൾ ഇവിടെ കുറച്ച് സംരക്ഷണമേ ഉള്ളൂ, ഈ ഭാഗത്ത് കൂടി നമുക്ക് കടക്കാൻ പറ്റും എന്ന് പറയുകയാണെങ്കിലും, ഇനി അഥവാ അങ്ങനെ വരികയാണെങ്കിൽ അവരെന്താണ് ഇത് കണ്ട് ഭയക്കണം, അവരുടെ മനോവീര്യം കെടുക്കണം. കാരണം അങ്ങനെ മനോവീര്യം ഇല്ലാതാക്കിയാൽ മാത്രമേ ഇവർക്ക് ജയിക്കാൻ പറ്റൂ. അങ്ങനത്തെ സംരക്ഷണ ഭിത്തി വേണം നമുക്ക് ഉണ്ടാക്കാൻ. ചില സ്ഥലങ്ങളിൽ കള്ളന്മാര് വന്നിട്ട് നല്ല മതിൽക്കെട്ട്, ഇന്നത്തെ കള്ളന്മാരാണെങ്കിൽ CCTV ഒന്നും വകവയ്ക്കാറില്ല. പക്ഷേ ഒരു കാലത്ത് നമുക്ക് ഇപ്പം അതിനെയൊക്കെ തകർത്തിട്ട് പോകുന്ന ഒരുപാട് കള്ളന്മാരുണ്ട്. പക്ഷെ ഒരു ഭയം തോന്നും, ഈ വീട്ടിനകത്ത് എങ്ങനെ കടക്കാൻ പറ്റും, കാരണം CCTV ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇത്രയും കോട്ട മതിലുണ്ടല്ലോ, പിന്നെ എങ്ങനെ നമുക്ക് കടക്കാൻ പറ്റും. അപ്പോൾ ചിലര് അതുകൊണ്ട് തിരിച്ചു പോകും. ഇനി ചില സമയത്ത് സ്ത്രീകൾ ആക്രമിക്കപ്പെടുകയാണെങ്കിൽ ചിലർ നല്ല മനോധൈര്യത്തോട് എതിർത്ത് നിൽക്കുമ്പോൾ അവന്മാര് തിരിച്ചു പോകുന്നുണ്ട്. അപ്പൊ അതുപോലെ ഈ ആ മനോധൈര്യമാണ് കെടുക്കേണ്ടത്. അപ്പൊ അതിനാണ് ഈ പറയുന്നത്. ഇനി ചെറുകാപ്പ് എന്ന് പറയുന്നാൽ കുറച്ചുപേരെ സംരക്ഷിക്കാനുള്ളൂ എങ്കിലും പേരിടത്തതാകി, പക്ഷെ വലിയ സ്ഥലമുണ്ട്. ഉറുപകൈ ഊക്കം അഴിപ്പതറൻ, അത് ശത്രുക്കൾ വന്നാൽ അവരുടെ ഊക്കം എന്ന് പറയുന്നത് ഇത് ആക്രമിക്കണം എന്ന അവരുടെ ആ ഒരു മനക്കരുത്തിനെ അഴിപ്പത് എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കുന്നതാണ് അരൺ എന്ന് പറയുന്നത് പാതുകാപ്പ് അല്ലെങ്കിൽ കോട്ടമതിൽ എന്നാണ്. അത്തരത്തിൽ വേണം നമ്മുടെ പാതുകാപ്പ് അല്ലെങ്കിൽ അരൺ ഇരിക്കേണ്ടത് എന്നതാണ് ഈ കുറിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഭാഗം 2 അർത്ഥപ്രകരണം. കുറൾ 744. ചെറുകാപ്പിൻ പേരിടത്തതു ആയി ഉറുപകൈ ഊക്കം അഴിപ്പത് അരൺ. ചെറുതായ കാവലിടമധിക വിസ്താരമാർന്നരിബലമഴിപ്പതേ ദുർഗം. വിസ്തൃതമെങ്കിലും കാക്കാൻ എളുപ്പവും രോധിക്കും വൈരിക്കു ദർപ്പത്തിൽ നിഗ്രഹം. എന്നുവെച്ചാൽ വിസ്താരമേറിയതാണെങ്കിൽ കാക്കുവാൻ സൗകര്യപ്രദവും അധികം കോട്ടവാതിലുകളൊന്നും ഇല്ലാത്തതായിരിക്കണം. ശത്രുവിന്റെ അഹങ്കാരത്തെ ശമിപ്പിക്കുകയാണ് വേണ്ടത്. അത്രയ്ക്കും ഉറപ്പുള്ള സംരക്ഷണ കവചം ഉണ്ടായിരിക്കണം. ശത്രുക്കൾ ഏത് സമയവും നമ്മെ ആക്രമിക്കാൻ വരും, അങ്ങനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണ് ഭയപ്പെടേണ്ട ആവശ്യമില്ലാത്തത്? സംരക്ഷണ കവചം നല്ല ഉറപ്പുള്ളതായാൽ അത് മതിയാകും. കുറച്ചുപേരേ ഉള്ളൂ. നമുക്കിപ്പോ ശത്രുക്കൾ ആക്രമിക്കാൻ വരും, തക്കംപാർ. പക്ഷേ നമ്മുടെ സംരക്ഷണ കവചം ബലമുള്ളതായാൽ, വിസ്താരമേറിയതും നല്ല ഉറപ്പുള്ളതും, ശത്രുവിനെ പെട്ടെന്ന് കയറിക്കൂടാൻ പറ്റാത്ത തരത്തിൽ നല്ല ഉറപ്പുള്ള കോട്ട, അതാണ് സംരക്ഷണ കവചം. സൈനിക കോട്ട എപ്പോഴും തന്ത്രപരമായി നിർമ്മിച്ച് രാജ്യ സുരക്ഷ നേടുക എന്നതാണ് രാജാവിനെ സംബന്ധിച്ച് പ്രധാനമായിട്ടുള്ളത്. ശത്രുവിന്റെ ആക്രമണത്തെ ചെറുക്കാനായി അത്രയും ഉറപ്പുള്ളതായ കോട്ട പണിത് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ശത്രുവിന്റെ ആക്രമണത്തെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ശത്രുവിന് പ്രവേശിക്കാൻ സാധിക്കാത്തതായിരിക്കണം, എന്നാൽ ഉള്ളിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരിക്കുകയും വേണം. അപ്പോൾ നിർഭയമായി നമുക്ക് കോട്ടയ്ക്കകത്ത് ജീവിക്കാം. നമ്മുടെ ആക്രമിക്കാൻ വരുന്ന ശത്രുവിന്റെ മനോവീര്യം, ധൈര്യം കെടുക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം. എന്നാൽ മാത്രമേ നമുക്ക് വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ. അത്രയ്ക്കും ബലമുള്ള കോട്ടകൾ പണിയണം, അവരുടെ മനോധൈര്യത്തെ ഇല്ലാതാക്കുകയും വേണം. വിജയം കൈവരിക്കുവാൻ ഇതൊക്കെയാണ് അത്യാവശ്യമായ കാര്യം എന്ന് പറയപ്പെടും. കോട്ടയെ ശത്രുക്കൾ കടക്കരുത്, അതിന് അത്രയ്ക്കുള്ള ഉറപ്പും ബലവും ഉണ്ടാകും. അത്രയും കാര്യം.
ആണ് പറയപ്പെടുന്നത്. ചെറുകാപ്പിൻ പേരിടത്തു ആകി ഉറുപകൈ ഊക്കം അഴിപ്പത് അരൺ. കുറൽ 744. താങ്ക് യു. കുറൽ 744. ചെറുകാപ്പിർ പേരിടത്തത് ആകി ഉറുപകൈ ഊക്കം അഴിപ്പത് അരൺ. Fort should have the form of discourage and diffuse attacking enemies with a center of vigil, small and other area vast. A fort must need but a slight defense, yet ample be, defying all the foeman's energy. A fort is that which has an extensive space within, but only small places to be guarded, and such as can destroy the courage of besieging foes. ചിറു കാപ്പിർ പേരിടത്തത് ആകി ഉറുപകൈ ഊക്കം അഴിപ്പത് അരൺ. താങ്ക് യു സർ. ഓവർ. അടുത്ത കുറൾ 745. കൊളർക്ക് അരിയതായി കൊണ്ട കൂൾ താഹി അകത്താർ നിലയ്ക്ക് എളിതാം നീരത് അരൺ. ഇനി ഈ അരൺ അടുത്തതും ആ അരൺ എങ്ങനെ ആവണം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ കുറളിലും പറഞ്ഞിരിക്കുന്നത്. ഈ ശത്രുക്കൾ പല തരത്തിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പുറി എന്ന് പറയുന്നത്, അതുപോലുള്ള യന്ത്രങ്ങളൊക്കെ വെച്ചിട്ട് അകത്തുള്ളവരെ ആക്രമിക്കാൻ ഇവര് ശ്രമിക്കും പുറത്തു നിന്ന്. എന്നാൽ ഇവര് പുറത്ത് നിൽക്കാൻ പറ്റാത്ത രീതിയിൽ വെള്ളം കൊണ്ട് ചുറ്റപ്പെട്ടതാവണം ഈ കൂട്ടമതിൽ. അകത്തെങ്ങനെയാണോ ആകഴിയുള്ളത് അതുപോലെ പുറത്തും വെള്ളം നിൽക്കണം. അപ്പൊ ഇവർക്ക് ഈ വെള്ളം കൊണ്ട് അവർക്ക് നിൽക്കാൻ പറ്റാതെ വരുന്നതാവണം ഇവരുടേത്. അതിനുള്ള സൂത്രപ്പണികൾ ഈ അരണിൽ ചെയ്തു വെക്കണം. ഒരു യുദ്ധം വരുന്ന സമയത്ത് അങ്ങനെ ആ വെള്ളം പുറത്തേക്ക് കടക്കുന്ന രീതിയിലായിരിക്കണം. ഒന്നത്. 2, അതാണ് കൊളർക്കരിയതായി കൊണ്ട് കൂഴ്ത്താഹി. എന്നാൽ അവര് അവിടെ നിന്നും പുറത്ത് നിന്നും എന്തൊക്കെ അവര് അമ്പ് പോലുള്ളതോ ഏത് തരത്തിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് അവർ പ്രയോഗിക്കുകയാണെങ്കിലും അത് അകത്തേക്ക് കടക്കാത്ത രീതിയിലാവണം. എന്നാൽ അകത്തുള്ളവർ പുറത്തേക്ക് വിടുന്ന ആയുധങ്ങൾ പുറമേ ഉള്ളവരെ അവർക്ക് ഏൽക്കുകയും വേണം. ആ രീതിയിലാവണം ഈ മതിൽക്കെട്ടുകൾ വയ്ക്കുന്നത്. അപ്പൊ അകത്തുള്ളവർക്ക് പുറമേ നിൽക്കുന്നത് ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അത്തരത്തിലുള്ള അതൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് പല വലിയ വലിയ അരൺമനകൾ പോയി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇതൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാവും. കാരണം അകത്തിരിക്കുന്നവർക്ക് പുറത്ത് കാണാൻ പറ്റും, എന്നാൽ പുറത്തുള്ളവർക്ക് അകത്ത് ആരായിരിക്കുന്നെന്ന് കാണാൻ പറ്റില്ല. അത്തരത്തിലായിരുന്നു അന്നത്തെ കോട്ടകളൊക്കെ നിർമ്മിച്ചിരുന്നത്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. കൊളർക്കരിതായി വെച്ചാൽ അകത്ത് കടക്കാൻ പറ്റാത്ത രീതിയിൽ ഉള്ളതായി കൊണ്ട് കൂഴ്ത്താകി. ഇനി അകത്തുള്ളവർക്ക് ആയുധങ്ങൾ പ്രയോഗിക്കുന്ന രീതിയിലും അവർക്ക് നിൽക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം അകത്തുള്ള വെള്ളം. അകത്താർ നിലയ്ക്ക് എളിതാം നീരത് അരൺ. അകത്തുള്ളവർക്ക് വളരെ സിമ്പിളായി അവിടെ നിൽക്കാനും അവിടെ നിന്ന് ആയുധങ്ങൾ പ്രയോഗിക്കാനും പറ്റുന്ന തരത്തിലായിരിക്കണം ഈ അരൺ എന്ന് പറയുന്നത്. ഇത് തന്നെ തമിഴില് ഒരു കവി പറഞ്ഞിട്ടുണ്ട്. പുറനാനൂറിൽ വരുന്ന ഒരു പാട്ടാണ്. എത്ര അടി പൊക്കം വേണം മതില്, അത് അകത്തു നിന്നുള്ളവർ എങ്ങനെയാണ് അത് കണ്ടുപിടിച്ചു എന്നുള്ളതും. അതുപോലെ തന്നെ ഞങ്ങളുടെ തമിഴിൽ ഒരു ഫോക്ക് ടെയിൽ ഉണ്ട്. ആ ഫോക്ക് ടെയിൽ എന്ന് പറയുമ്പോൾ ഈ നാടൻ പാട്ടിൽ വരുന്ന ഒരു കഥയാണ്. അതിലിതുപോലെ ഐവർ റാസാക്കൾ കഥ എന്ന് പറയും. അതില് പക്ഷെ അകത്തുള്ളവർക്ക് ഭക്ഷണം കൊണ്ട് ചെല്ലുന്ന ഒരു സ്ത്രീ, അതായത് നമ്മൾ കേട്ടിട്ടുണ്ട് ചേര ചോഴ പാണ്ഡ്യർ, ഈ 3 പേരാണല്ലോ തമിഴില് ഒരു കാലത്ത് നമ്മുടെ സൗത്ത് ഇന്ത്യ മുഴുവനും ഭരിച്ചിരുന്നവര്. ഈ 3 വളരെ വലിയ ശക്തികളാണ്. എന്നാൽ പാരി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. തമിഴിൽ ഒരു കുറുനില മന്നനാണ്, അതായത് ചെറു നാട്ടുരാജാവ് എന്ന് പറയില്ലേ, അതുപോലെ ഒരു നാടുവാഴി തമ്പുരാനായിരുന്നു ഈ പാരി. ഈ പാരി ആണെങ്കിൽ വളരെ വന്ന് ചോദിക്കുന്നവർക്ക് ഇല്ല എന്ന് പറയാതെ എല്ലാം മാറി കൊടുക്കുന്ന ഒരു വള്ളലാണ്. വള്ളൽ എന്ന് പറഞ്ഞാൽ ദാനം
കൊടുക്കുന്നവൻ. അപ്പോ ആ പാരിയെ ആക്രമിക്കാൻ, പാരിയുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ പറമ്പ് മലയാണ്. ഈ പറമ്പ് എന്ന് പറയുന്ന ആ മലയെ ആക്രമിക്കാനായി ഈ 3 പേരും പല പ്രാവശ്യം ശ്രമിച്ചു. എന്നാൽ പാരിയെ ആക്രമിക്കാൻ അവർക്ക് ജയിക്കാൻ പറ്റിയില്ല. അപ്പോ പാരി തന്നെയാണ് ജയിക്കുന്നത്. അപ്പോ ആ കപിലൻ എന്ന് പറഞ്ഞ ഒരു കവി പറയാറുണ്ട്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ യുദ്ധം ചെയ്യുന്നത്? നിങ്ങൾക്ക് ആവശ്യമുള്ളത് പാരിയോട് ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാരി ഇല്ല എന്ന് പറയത്തില്ല, മുഴുവൻ എടുക്കാൻ പറയുമല്ലോ, എന്തിനാ നിങ്ങൾ യുദ്ധം ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഈ 3 പേരോടും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഈ 3 പേർക്കും എന്താണ്, ഈ 3 പേരും ഒരിക്കലും ഒന്നാവില്ല, പക്ഷെ പാരിയെ തകർക്കാൻ വേണ്ടി ഒന്നായി. അപ്പൊ അതില് ഈ പാരിയെ കൊല്ലുവാൻ വേണ്ടി ഇവർ ചെയ്യുന്നത്, ആ അകത്തിരിക്കുന്ന അവർക്ക് ഭക്ഷണം കൊണ്ടുപോകുന്ന സ്ത്രീയെ പിടിച്ചിട്ടാണ് അവരെ തകർത്തത് എന്ന് പറഞ്ഞ് ഒരു കഥയുണ്ട്. അപ്പോ അതുകൊണ്ട് അകത്തിരിക്കുന്നവർക്ക് എപ്പോഴും ഭക്ഷണം കരുതണം. അതുകൂടിയാണ് ഈ കുറളിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് നിലയ്ക്കൊളിതാം നീരത് അരൺ, അവർക്ക് അവിടെ എല്ലാ ഭക്ഷണങ്ങളും, അതായത് യുദ്ധം വന്നു കഴിഞ്ഞാൽ ആ അകത്തിരിക്കുന്ന ഭടന്മാർക്കും അവിടെയുള്ള എല്ലാവർക്കും കിട്ടത്തക്ക രീതിയിലുള്ള ഭക്ഷണം അകത്ത് കരുതണം. അതുകൂടി പ്രധാനപ്പെട്ട ഒന്നാണ് ഈ അരൺ എന്ന് പറയുന്നതിൽ നമ്മൾ ചിന്തിക്കേണ്ടത് എന്ന് കൂടിയാണ് ഈ കുറളിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. കുറൾ 745. കൊളർക്കരിതായിക്കൊണ്ട പൂഴ്ത്തു ആകി അകത്താർ നിലയ്ക്കു എളിതാം നീരതു അരൺ. അപ്രാപ്യമായി ധാന്യവൃത്തി ചേർന്നുള്ളോർക്കു യുദ്ധം എളിതാക്കുവത് ദുർഗം. അപ്രാപ്യമായി ധാന്യവൃത്തി ചേർന്നുള്ളോർക്കു യുദ്ധം എളിതാക്കുവത് ദുർഗം. ശത്രുക്കൾ കടന്നു വരാനിടയുള്ള പഴുതുകളിൽ കാവലുണ്ടായിരിക്കണം. ആ കാവലിടങ്ങൾ കഴിയുന്നത്ര ചെറുതായിരിക്കണം. ഒറ്റ നോട്ടത്തിൽ എവിടെയൊക്കെയാണ് കാവലുള്ളതെന്ന് ശത്രുക്കൾക്ക് മനസ്സിലാക്കാൻ കഴിയരുത്. ആ വിധത്തിലുള്ള രഹസ്യ സ്വഭാവം അവയ്ക്കുണ്ടായിരിക്കണം. ഒരുവൻ കടക്കുമ്പോൾ തന്നെ കണ്ടറിഞ്ഞ് തടയാൻ പാകത്തിൽ ഇടുങ്ങിയവയായിരിക്കണം കാവൽ സ്ഥലങ്ങൾ. എന്നാൽ കോട്ടയുടെ ഉള്ളിൽ നല്ല വിസ്തൃതി ഉണ്ടായിരിക്കുകയും വേണം. ആകെക്കൂടിയുള്ള സംവിധാനം കാണുന്ന മാത്രയിൽ തന്നെ ശത്രുക്കളുടെ മനോബലം വാർന്നു പോകണം. അങ്ങനെയുള്ളതായിരിക്കണം ദുർഗം. 2000 വർഷം മുമ്പ് രാജ്യരക്ഷയെക്കുറിച്ചുള്ള സങ്കല്പം എന്തായിരുന്നു എന്ന് നോക്കാം. അതും ഒരു രാജാവിന്റെയോ ചക്രവർത്തിയുടെയോ മനസ്സിൽ രൂപപ്പെട്ട സങ്കല്പമല്ല, ഒരു ഋഷീശ്വരന്റെ സങ്കല്പമാണ്. ഇന്ന് നമ്മുടെ രാജ്യവിസ്തൃതിയിൽ നിന്ന് എത്രമാത്രം ചോർന്നു പോയിരിക്കുന്നു. അന്യദേശക്കാർ എത്ര വലിയ വിസ്തൃതികൾ കയ്യേറി കഴിഞ്ഞിരിക്കുന്നു. പഴമയിലാണോ പുതുമയിലാണോ രക്ഷ? ഏതിലാണ് ആത്മാർത്ഥതയെന്ന് നമുക്ക് സ്വയം ചോദിക്കേണ്ടിയിരിക്കുന്നു. ദേശത്തെ രക്ഷിക്കാത്തവൻ അവനവനെ തന്നെ രക്ഷിക്കുന്നില്ല. ദേശരക്ഷ തന്നെയാണ് ആത്മരക്ഷ എന്ന പാഠമാണ് ആദ്യം ഓർക്കേണ്ടതും. ശത്രുക്കൾക്ക് ഒരിക്കലും പ്രാപിക്കുവാനോ കീഴടക്കുവാനോ കഴിയാത്ത ദുർഗം ഉണ്ടാകണം. കാവൽ മാടങ്ങൾ, കിടങ്ങുകൾ, യന്ത്രക്കിണറുകൾ എല്ലാം ചുറ്റുമുണ്ടായാൽ ശത്രുക്കൾക്ക് അടുക്കാനേ കഴിയില്ല. അകത്ത് എക്കാലത്തേക്കും ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ, മറ്റ് നിത്യോപയോഗ സാധനങ്ങൾ എല്ലാം സമർത്ഥമായി സംഭരിച്ചു വെച്ചിരിക്കണം. അകത്തുള്ളവർക്ക് തക്ക സ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ട് തന്നെ അനായാസമായി പുറത്തുള്ള ശത്രുക്കളെ ആക്രമിച്ച് തോൽപ്പിക്കുവാനും കഴിയണം. പുറത്തുള്ളവർ പ്രയോഗിക്കുന്ന ആയുധങ്ങൾ അകത്തേക്ക് പ്രവേശിക്കുകയും അരുത്. അത്തരത്തിലൊക്കെയുള്ള സജ്ജീകരണങ്ങൾ തികഞ്ഞതായിരിക്കണം ദുർഗം. ഇത് ഒരു നാടിനു ബാധകം എന്ന് വ്യവഹരിക്കുമ്പോഴും ഒരു വ്യക്തിക്കും ജീവിത വിജയത്തിനും സുരക്ഷയ്ക്കും ഇതൊക്കെ ബാധകമാണെന്ന് തിരിച്ചറിയണം. ശത്രുക്കളിൽ നിന്ന്, അതായത് പ്രതിസന്ധികളിൽ നിന്ന് ജയിപ്പിച്ചെടുക്കാനുള്ള ഒന്നാണല്ലോ ജീവിതവും. കുറൾ 745. കൊളർക്കരിതായിക്കൊണ്ട കൂഴ്ത്തു ആകി അകത്താർ നിലയ്ക്കു എളിതാം നീരതു അരൺ. അപ്രാപ്യമായി ധാന്യവൃത്തി ചേർന്നുള്ളോർക്ക് യുദ്ധം എളിതാക്കുവത് ദുർഗം. താങ്ക് യു. കുറിൽ 745. കൊളർക്കരിതായിക്കൊണ്ട കൂഴ്ത്തു ആകി അകത്താർ നിലയ്ക്കു എളുതാം നേരതു അരൺ. Fort should be structured in a way that enemies can't capture. Food could be stored in inmates seek refuge. Impregnable, containing ample stores of food. A fort for those within must be a warlike station goods. A fortress that
which cannot be captured, which abounds in suitable provisions and affords a position of easy defense to its inmates. കൊളർക്കരിതായി കൊണ്ട കുഴുത്തു ആകി അകത്താർ നിലയ്ക്കു എഴുതാം നീരതു അരുൺ. താങ്ക് യു ഓൾ ദി. അടുത്തത് 746 കുറളാണ്. എല്ലാ പൊരുളും ഉടൈത്തായ് ഇടത്തുതവും നല്ലാൾ ഉടയത് അരൺ. ഇതും ആ അരണിന്റെ അകത്ത് അരൺ എങ്ങനെയാവണം, ഒരു സംരക്ഷണം നമുക്കുണ്ട്. അപ്പോ അതുകൊണ്ട് നമ്മൾ മറന്നു പോവരുത്, എല്ലാം ഉണ്ട് എന്ന് ചിന്തിക്കരുത്. അതിന്റെ അകത്ത് ഇന്നതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അത് അരണാവൂ എന്നുള്ളതാണ് ഈ പറയുന്നത്. എല്ലാ പൊരുളും, ഇവിടെ എല്ലാ പൊരുളും എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാ രീതിയിലുള്ള പൊരുളും. ഭക്ഷണം വേണം, ആയുധങ്ങൾ വേണം, ഏത് സമയത്തും എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലാവണം. ചിലപ്പോഴൊക്കെ നമ്മുടെ വീടുകളിൽ പലപ്പോഴും സംഭവിക്കാറുള്ളത്, ഫോണിന്റെ അടുത്ത് ഒരു പേന വച്ചേക്കും. ഇന്നത്തെ കാലത്ത് നമ്മൾ മൊബൈലാണല്ലോ, പക്ഷെ പണ്ട് ലാൻഡ് ഫോൺ ഉള്ളപ്പോ എന്റെ വീട്ടിൽ ഇത് എപ്പോഴും നടക്കാറുണ്ട്. ലാൻഡ് ഫോണിന്റെ അടുത്ത് ഒരു പേപ്പറും പേനയും വെച്ചിട്ടുണ്ട്, എന്തെങ്കിലും നമ്പറോ എന്തെങ്കിലും കുറിക്കാനോ ആയിട്ട്. അത്യാവശ്യത്തിന് ആ പേന കാണില്ല, കാരണം നമ്മൾ ഓടി എവിടെയൊക്കെ തപ്പിയാലും കിട്ടത്തില്ല. എന്നിട്ട് വീട്ടിൽ നിന്ന് വഴക്ക് കിട്ടും, കാരണം നീ എല്ലാം എടുത്തോണ്ട് പോയാൽ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയും. ഇത് സ്വാഭാവികമായി നടക്കുന്ന ഒന്നാണ്. ഇതുപോലെ ഒരു കോട്ടമതിലിന്റെ അകത്ത് ശത്രുക്കൾ വന്നു, നമ്മൾ ആ സമയത്ത് ആയുധം തപ്പിക്കൊണ്ടിരിക്കുകയാണെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അത് ഊഹിച്ചാണ് വള്ളുവർ അന്നേ പറഞ്ഞിട്ടുള്ളത്, ഒരിക്കലും അങ്ങനെ പാടില്ല. എല്ലാ പൊരുളും, എന്ത് പൊരുളായാലും വച്ചത് വച്ചെടുത്താവണം. അപ്പൊ നമ്മൾ ചോദിക്കുന്നു മ്യൂസിയം ആണോ എന്ന് പലപ്പോഴും വീട്ടിൽ ഞാനും ചോദിച്ചിട്ടുണ്ട്, മ്യൂസിയം അല്ലല്ലോ എന്ന്. അപ്പോ ഇത് അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഇന്ന ആയുധം ഇന്ന സ്ഥലത്ത് ഇന്ന ആൾ ഉപയോഗിക്കണം എന്ന് രാജാവ് പറഞ്ഞിട്ടുണ്ട്. അതിനാണ് രാജാവ് മീൻസ്, ഞാൻ രാജാവ് എന്ന് പറയുമ്പോൾ രാജാവ് നേരിട്ട് പറഞ്ഞെന്നല്ല, ഇതിന് സേനാപതി ഉണ്ട്, അദ്ദേഹമാണ് ഓരോരുത്തർക്കും ഇന്ന ആയുധങ്ങൾക്ക് ഇന്ന ആൾ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അതുപോലെ ആവണം. എന്തെങ്കിലും ഒരു അത്യാവശ്യം വരികയാണെങ്കിൽ ഈ ആയുധങ്ങൾ എടുത്ത് പ്രയോഗിക്കാൻ അറിയാവുന്നവരാവണം. ഇനി ആയുധങ്ങളെല്ലാം ഉണ്ട്, പക്ഷെ പ്രയോഗിക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിലും ഈ സംരക്ഷണം കൊണ്ട് എന്തെങ്കിലും ഫലമുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് എല്ലാ പൊരുളും ഉടൈത്തായ്, എല്ലാ പൊരുളും വേണമെന്ന് പറയുന്നതിൽ ഭക്ഷണം ഉൾപ്പെടെ എല്ലാം വേണം. അതിന്റെ അകത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് സംരക്ഷണം കൊടുക്കുന്ന രീതിയിലുള്ള ആയുധങ്ങൾ വേണം, ഭക്ഷണം വേണം. ഇനി അവർക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ എതിർത്ത് നിന്ന് അതിനെ നേരിടാനുള്ള ശക്തിയുള്ള ഇടത്തുതവും എന്ന് പറയുന്നത്, ഈ ഇടം എന്ന് പറയുന്നത് ആ സമയത്ത് ശത്രുക്കൾ ആക്രമിക്കുന്ന ആ സമയത്തിൽ ഹെൽപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെ എടുത്ത് പ്രയോഗിക്കാൻ അറിയാവുന്ന ആളാവണം. നല്ല ആൾ ഉടയത് അരൺ. ഇനി ഇവിടെ ആളെന്ന് പറയുമ്പോൾ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രാജാവിനെ സംരക്ഷിക്കാനും നമ്മളിപ്പോ ഇവിടുത്തെ CM ആയാലും PM ആയാലും നമ്മുടെ ജനാധിപതി ആയാലും ആരായാലും രാഷ്ട്രപതി ആയാലും നമ്മൾ അവർക്കൊരു ഇത് സംരക്ഷണത്തിന് വേണ്ടി ആൾക്കാരെ നിയമിച്ചിട്ടുണ്ടല്ലോ. അവരൊക്കെ ആരായിരിക്കും? അവർക്ക് വിശ്വസ്തനായിരിക്കണം. ഇത് അന്നേ വള്ളുവർ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവര് അവരുടെ ജീവൻ സംരക്ഷിക്കുന്നവരാണെങ്കിൽ അത്രയും വിശ്വസ്തനാവണം അവരുടെ കൂടെ നിൽക്കുന്നത്. അതുപോലെ ഡ്രൈവർ, ഇപ്പൊ നമ്മുടെ വീട്ടിലുള്ള ഒരു പ്രധാനപ്പെട്ട ആളാണ്. നമ്മുടെ വീടുകളിൽ നിന്നും പല സംഭവങ്ങളും പുറത്തു പോകുന്നത് നമ്മുടെ വീട്ടിലെ സർവൻസ് വഴിയാണ്. അടുത്തത് നമ്മുടെ വീട്ടിലെ ഡ്രൈവർ വഴിയാണ്. നമ്മൾ ഏതൊക്കെ സ്ഥലത്താണ് സഞ്ചരിക്കുന്നത് ഇതെല്ലാം പോകുന്നത്. അപ്പൊ ഇവരൊക്കെ വിശ്വസ്തനാവണം. അതുപോലെയാണ് രാജാവിന്, ഈ കോട്ടയെ സംരക്ഷിക്കുന്നവര് രാജാവിന് വിശ്വസ്തനാവണം. അതുപോലെ ഏത് സമയത്തും രാജാവിനെ മാത്രമല്ല ആ കോട്ടയെ സംരക്ഷിക്കാൻ കരുത്തുള്ള, ബലമുള്ള, അല്ലെങ്കിൽ അത് ചെയ്യാനുള്ള മനസ്ഥിതി ഉള്ളവരായിരിക്കണം. കാരണം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ മനോന്മണിയത്തിലെ ആ കുടിലൻ എന്ന കഥാപാത്രം ജീവക രാജാവിന് സംരക്ഷിക്കാതിരിക്കാൻ വേണ്ടി അതിന് ഇവൻ പറഞ്ഞാൽ, അതായത് കുടിലൻ പറഞ്ഞാൽ കേൾക്കുന്ന ആൾക്കാരെയാണ് അതിന്റെ കോട്ടമതിലിന്റെ അകത്ത് നിർത്തിയത്. അപ്പോ അങ്ങനെ ആവരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരു പ്രയോജനമില്ല. ഇത്രയും വലിയ സാമ്രാജ്യം നമ്മള് കെട്ടിപ്പടുത്തിട്ട് ഒരു കാര്യമില്ല. അതിനെ സംരക്ഷിക്കാനുള്ള ആൾക്കാര് കറക്റ്റ് ആവണം. അതാണ് ഇടത്ത് ഉദവും എന്ന് പറയുന്നത്. ആ തക്ക സമയത്ത് ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ സഹായിക്കുന്ന രീതിയിലുള്ള നല്ല ആൾ ഉടയത് അരൺ. നല്ല ആൾക്കാരെ, നല്ല ഭടന്മാരെ
ഉള്ളതാണ് അരൺ എന്ന് പറയുന്നത്. ഇത് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. അത് നമ്മുടെ കമ്പരാമായണത്തിലും അത് പറഞ്ഞിട്ടുണ്ട്. ഈ ഹനുമൻ കമ്പരാമായണത്തിൽ പറയുമ്പോൾ ഹനുമനാണ് ഈ ശ്രീലങ്കയെ കണ്ടിട്ട് വരുന്നത്. അപ്പൊ അവിടുത്തെ ആ അരണിനെയൊക്കെ കാണുമ്പോൾ, അവിടുത്തെ കോട്ടമതില്, ശ്രീലങ്കയുടെ ഓരോ എന്താണ് നഗരങ്ങൾ, ഇതിനെയൊക്കെ കണ്ടിട്ട് അദ്ദേഹം മനസ്സിൽ ചിന്തിക്കുമ്പോൾ ഇത്രയും വലിയ ഒരു സംരക്ഷണമുള്ള സ്ഥലമല്ലേ, ഇതിന് എങ്ങനെയായിരിക്കും നമ്മളിതിന് തകർക്കുക എന്ന് പറഞ്ഞ് അതിശയിക്കുന്നത് പോലെയൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. കവി കമ്പൻ എഴുതിയിട്ടുണ്ട്. അത് വായിക്കാൻ നല്ല രസമുള്ള ലൈനുകളാണ്. അപ്പം വള്ളവരും ഇതൊക്കെ ചിന്തിക്കാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പൊ ശരിക്കും ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ അത് ശരിക്കുമുള്ള ഒരു സംരക്ഷണമാവൂ എന്നുള്ളതിനെ കുറിച്ചാണ് ഈ കുറളിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. കുറൾ 746. എല്ലാ പൊരുളും ഉടൈത്തായി ഇടത്ത് ഉദവും നല്ലാൾ ഉടയതു അരൺ, സർവസമ്പത്തുമാർന്ന ആപത്തിൽ ഉതകുന്ന സജ്ജനമുള്ളതാം ദുർഗം. എല്ലാവിധ സമൃദ്ധിയും ഉള്ളതായിരിക്കണം ദുർഗം. അതിനുള്ളിൽ അരജനോടും രാജ്യത്തോടും അവനവനോടും കൂറുള്ള വീരന്മാർ ഉണ്ടായിരിക്കണം. ആപത്സന്ധികളിൽ അവരുടെ സ്വയം മറന്നുള്ള ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടുള്ള സേവനം ലഭിക്കണം. ഏതു സമയത്തും എന്ത് ആവശ്യത്തിനും വേണ്ട എല്ലാ സാധനങ്ങളും കോട്ടയിൽ തന്നെ ഉണ്ടായിരിക്കണം എന്നത് പരമപ്രധാനമാണ്. അതുപോലെ തന്നെ ലോകത്തിലെ എല്ലാ വസ്തുസമ്പത്തുകളും കൈവശമുണ്ടായാലും സത്യം, നന്മ, ധർമ്മം അല്ലെങ്കിൽ അരം എന്നിവയുള്ളതിനോട് താരതമ്യം ചെയ്താൽ അവ ഒന്നുമല്ല എന്ന് നമുക്ക് കാണാം. ഏത് സാഹചര്യത്തിലും നമ്മെ യഥാർത്ഥത്തിൽ സംരക്ഷിക്കുകയും ഉന്നതിയിലേക്ക് നയിക്കുകയും ചെയ്യുന്നത് ധാർമ്മികത ആണ്, സമ്പത്ത് അല്ല, ഭൗതികമായ സമ്പത്തല്ല. കലിംഗ യുദ്ധത്തിന് ശേഷം അശോക ചക്രവർത്തി ധർമ്മത്തെ തന്റെ കോട്ടയായി സ്വീകരിച്ചു. അനവധി സൈന്യവും സമ്പത്തും ഉണ്ടായിരുന്നിട്ടും തന്റെ സാമ്രാജ്യത്തെ സ്ഥിരതയോടെ നിലനിർത്തിയത് അഹിംസ, നീതി, ജനക്ഷേമം തുടങ്ങിയ ധാർമ്മിക മൂല്യങ്ങളിലൂടെയാണ്. അതുപോലെ രാക്ഷസ രാജാവായ രാവണനാകട്ടെ അതിസമ്പന്നമായ ലങ്കാനഗരം, സ്വർണ്ണ കോട്ടകൾ, സൈന്യം, ശക്തി എന്നിവയൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അരം അല്ലെങ്കിൽ ധർമ്മം ഇല്ലായിരുന്നു. സീതയെ അപഹരിച്ചത് തുടങ്ങിയ അധർമ്മ പ്രവൃത്തികളുടെ ഫലമായി ആ മഹത്തായ കോട്ടകളെല്ലാം തകർന്നു. ഇത് കുറളിന്റെ ഒരു ആവർത്തനമായി നമുക്ക് കാണാം. സമ്പത്ത്, കോട്ട, ശക്തി ഇവയെല്ലാം നശിക്കും. അരമുണ്ടായാലേ യഥാർത്ഥ സംരക്ഷണം ഉണ്ടായിരിക്കുകയുള്ളൂ. കുറൾ 746. എല്ലാ പൊരുളും ഉടൈത്തായി ഇടത്ത് ഉദവും നല്ലാൾ ഉടയതു അരൺ, സർവസമ്പത്തുമാർന്ന ആപത്തിലുതകുന്ന സജ്ജനമുള്ളതാം ദുർഗം. താങ്ക് യു. Qural 746. God should have every essential for those seek refuge and helps to weak warriors. Qural 747. കുറൾ 747. മുറ്റിയും മുറ്റാതെ എറിந்துം അറൈപ്പെടുത്തും പറ്റർക്ക് അരിയത് അരൺ. അതായത് മുറ്റിയും എന്ന് പറഞ്ഞാൽ ഈ തമിഴിലൊരു മുറ്റുകൈ എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. ഈ മുറ്റുകൈ എന്ന് പറഞ്ഞാൽ ആ പാലസിനെ ചുറ്റി വളയ്ക്കുക എന്നുള്ളതാണ് ഈ മുറ്റുകൈ. അതാണ് ഈ മുറ്റിയും മുറ്റാതെറിന്തും എന്ന് പറയുന്നത് കൊണ്ടുള്ള അർത്ഥം. ഈ ശത്രുക്കൾ ഈ രാജാവിനെ അല്ലെങ്കിൽ രാജ്യത്തെ അല്ലെങ്കിൽ ആ അരൺമനയെ ആക്രമിക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ ആ കോട്ടമതിൽ മുഴുവനും ചുറ്റി വളയ്ക്കും, അല്ലാതെങ്കിൽ മുറ്റിയും മുറ്റാതെ എറിന്തും. മുറ്റാതെ എറിന്തും എന്ന് പറയുന്നത് ആയുധങ്ങൾ പ്രയോഗിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ സൂക്ഷി അല്ലെങ്കിൽ ചതിക്കുക, വഞ്ചന കൊണ്ട് ആ അരൺമനയെ തൻവയപ്പെടുത്തുക അല്ലെങ്കിൽ തനക്കാക്കുക എന്ന് പറയുന്നതാണ്. അങ്ങനെയും ചെയ്യാം. അപ്പൊ ശത്രുക്കൾ വരുന്ന വഴി ഈ 3 വഴി കൂടി വരാം. അതായത് ഒന്നെങ്കിൽ ഈ അരൺമനയെ ചുറ്റി വളയ്ക്കാം, അല്ലെങ്കിൽ
ഏതെങ്കിലും ഒരു വഴി കൂടി മുറ്റാതെ എറിന്തും ഏതെങ്കിലും ഒരു ഭാഗം മാത്രം തകർത്ത് അകത്തോട്ട് കടക്കാൻ ശ്രമിക്കാം. അറൈപ്പെടുത്തു പറ്റർക്ക്, ഇനി വഞ്ചിച്ച് ഏതെങ്കിലും ഇത് രണ്ടും ചെയ്യാതെ വഞ്ചന വഴിയും കടക്കാം. ആ വഞ്ചന വഴി കടക്കുന്നതാണ് ഞാൻ മനോന്മണിയത്തില് കുടിലൻ ചെയ്യുന്ന ഒരു സംഭവം. ഈ കുടിലൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവകന്റെ മകളാകിയ മനോന്മണി എന്ന ഒരു രാജകുമാരിയെ എല്ലാം പഠിപ്പിച്ച ഒരു വ്യക്തിയാണ്, ഒരു ഗുരുവാണ് സുന്ദരർ എന്ന് പറയുന്ന ഒരു ഗുരു. അദ്ദേഹം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഈ ജീവകന്റെ, ഞാൻ വളരെ ഷോർട്ടായി പറയാം, ജീവകന്റെ തലസ്ഥാനം മധുരയിൽ നിന്നും തിരുനെൽവേലിയിലേക്ക് മാറ്റിക്കൊണ്ടുവന്നു. അതിന് കാരണം തന്നെ കുടിലൻ എങ്ങനെയെങ്കിലും ഇതിനെ ആക്രമിച്ച് പിടിക്കുക എന്ന് പറഞ്ഞ്. അപ്പൊ ഇത് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം ഒരു തുരങ്കപ്പാത ഉണ്ടാക്കി വെച്ചേക്കും. അതുവഴി ആര് വരും? പുരുഷോത്തമൻ, അതായത് ചേരനാട്ടിന്റെ രാജാവായ പുരുഷോത്തമൻ. അദ്ദേഹം ഈ കുടിലൻ അതുവഴി കടന്നു പോയി ചേര രാജാവിന്റെ യുദ്ധം നടന്ന് നാളെ കൊണ്ട് യുദ്ധം അവസാനിക്കും. കാരണം ജീവകനെ ഇയാള് ഒന്നെങ്കിൽ അറസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കൊല്ലും. അപ്പൊ തോൽക്കും എന്നുള്ളത് വളരെ നിശ്ചയമായി അറിയാം ഈ ജീവകന്. അങ്ങനെ ആയപ്പോഴേക്കും ഈ കുടിലൻ ആ വഴി കയറിപ്പോയി പുരുഷോത്തമനെ അവിടെ നിന്ന് കൊണ്ടുവരികയാണ്. ഇതാണ് പറയുന്നത് ചതി എന്ന് പറയുന്നത്. കാരണം ഈ കുടിലൻ ജീവകനെ ചതിച്ച് പുരുഷോത്തമനെ അകത്തോട്ട് കൊണ്ടുവരുന്നു. എന്നാൽ അവിടെ ഒരു ട്വിസ്റ്റ് ആണ്. പുരുഷോത്തമൻ യുദ്ധത്തിന് മുൻപ് തന്നെ സ്വപ്നത്തിൽ മനോന്മണിയെ കണ്ടു കാണും, മനോന്മണിയെ പ്രേമിക്കുകയും ചെയ്യും. അപ്പൊ ആ ചിന്തകൾ തന്റെ മനസ്സിൽ നിന്ന് മാറണം എന്നുള്ളത് കൊണ്ടാണ് യുദ്ധം ചെയ്യുന്നത്. അപ്പോഴാണ് ഈ കുടിലന്റെ മകൻ ചെന്ന് യുദ്ധത്തിന് പ്രൊവോക്ക് ചെയ്യുന്നത്. അങ്ങനെ യുദ്ധം വരുന്നു. അപ്പോൾ മനോന്മണിയും ഈ പുരുഷോത്തമനെ സ്വപ്നത്തിൽ കണ്ട് പ്രേമിച്ചു കാണും. അങ്ങനെ ഇത് കഴിയുമ്പോൾ വന്ന് അവർ രണ്ടുപേരും അവസാനം രണ്ടുപേരുടെയും കല്യാണം നടക്കും. ഇതാണ് ഈ കഥയുടെ എൻഡ്. എന്നാൽ ഈ പുരുഷോത്തമൻ അവിടെ അതിൽ വന്നിട്ട് പറയുന്നത്, വേണമെങ്കിൽ ജീവകനെ അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കൊല്ലുകയോ ചെയ്യാം. എന്നാൽ പുരുഷോത്തമൻ അത് ചെയ്തില്ല. അത് അവിടെ പറയുന്നത്, ഇങ്ങനെ വഞ്ചിച്ച് ഒരു വിജയം നേടുന്നത് എന്റെ സ്വഭാവമല്ല എന്ന് പുരുഷോത്തമൻ പറയും. അപ്പൊ കുടിലന്റെ വഞ്ചന എന്താണ് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതുവഴി വന്നതെന്ന് പറയും. ഇതുപോലെ വഞ്ചിച്ചും ഒരു രാജ്യത്തിനെ തൻവശപ്പെടുത്താം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുന്നതാണ് ഈ വഞ്ചന എന്ന് പറയുന്നത്. അതും പാടില്ല എന്നുള്ളതാണ്. പറ്റർക്കരിയതർ അങ്ങനെ വഞ്ചിച്ച് ഈ കോട്ടയെ അല്ലെങ്കിൽ ഈ അരൺമനയെ അവരുടെ കൈവശത്താക്കാൻ പറ്റുന്നതാവരുത് ഈ സംരക്ഷണം എന്ന് പറയുന്നത്. അപ്പൊ 3 രീതിയിൽ ആക്രമണം നടത്താം. ഒന്നെങ്കിൽ ചുറ്റുവളയ്ക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം മുറിച്ചു കടക്കുക, മൂന്നാമത് വഞ്ചന കൊണ്ട് അകത്ത് കിടക്കുക. ഇത് മൂന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലാവണം നമ്മുടെ ഈ അരൺമനയുടെ ഈ മതിൽക്കെട്ട് അല്ലെങ്കിൽ ഈ സംരക്ഷണം എന്ന് പറയുന്നത് എന്നതിനാണ് ഈ കുറളിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. കുറൾ 747. മുറ്റിയും മുറ്റാതെറുന്തും അറിയപ്പെടുത്തും പറ്റാർക്കരിയതു അരൺ, ചുറ്റിയും പിന്നെ നേരിട്ടും കൈപ്പറ്റാനരിപ്പമതു ദുർഗം. ദേശത്തോട് കൂറുള്ള ഒരു ജനത, ഉണ്ട ചോറിന് നന്ദിയുള്ള ഒരു ജനത, അത് മാത്രം മതി ഒരു നാടിന്റെ സുരക്ഷിതത്വത്തിന്. അങ്ങനെയല്ലാതെ സംസ്കാര വൈപരീത്യം കൊണ്ട് ദേശത്തോട് കൂറില്ലാത്തവരും ഉണ്ടചോറിന് നന്ദി കാട്ടാത്തവരുമായ ഒരു ജനവിഭാഗം നാട്ടിലുണ്ടെങ്കിൽ തീർച്ചയായും സൂക്ഷിക്കേണ്ടതുണ്ട്. അവർ നാട് നരകമാക്കും. അരജനോടും നാടിനോടും അവനവനോടും കൂറുള്ള ധീരദേശാഭിമാനികളായ ജനതയാണ് ഒരു നാടിന്റെ ബലം. അവർ ഒത്തൊരുമിച്ച് കൈകോർത്ത് നിന്നാൽ അത് തന്നെ ഒരു ദുർഗമായി. 4 പാടും വളഞ്ഞിട്ടായാലും ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഏകപക്ഷീയമായി ആക്രമിച്ചിട്ടായാലും ഒളിപ്രയോഗങ്ങളാൽ ചതിച്ചിട്ടായാലും ശത്രുക്കൾക്ക് കൈയടക്കുവാൻ കഴിയാത്തതായിരിക്കണം ദുർഗം. വലിയ കരുത്തോടെ വന്നു വളയുന്ന ശത്രു സമൂഹത്തെ അകത്തുള്ളവർ നിന്ന നിൽപ്പിന് പോലും മാറ്റമുണ്ടാകാതെ പൊരുതി ജയിക്കുന്നതിന് സഹായകമായ വിധത്തിലുള്ളതായിരിക്കണം ഒരു ദുർഗം. കുറൾ 747. മുറ്റിയും മുറ്റാതെറിന്തും അറിയപ്പെടുത്തും പറ്റാർക്കരിയതു അരൺ, ചുറ്റിയും പിന്നെ നേരിട്ടും കൈപ്പറ്റാനരിപ്പമതു ദുർഗം. താങ്ക് യു. Chapter 75, Kural 747.
translates, fort must be of size and shape that by direct encircling or hiding strategies enemies could not capture it. A good fortress cannot be besieged or taken by storm or be undermined. It is impossible to capture a strong fort, whether by employing landing artillery, tunneling beneath, or encircling siege. The defenses are the ones that are extremely difficult to capture, whether it is besieged, attempted to destroy by throwing weapons from a distance without besieging, attempting to break with the powerful weapons from close range. Okay, over. Thank you. അടുത്തത് 748 കുറളാണ്. മുറ്റാറ്റി മുറ്റിയവരെയും പറ്റാറ്റി പറ്റിയാർ വെൽവത് അരൺ. അതായത് മുറ്റാറ്റി എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് മുറ്റുകൈ എന്ന് പറഞ്ഞാൽ വളയുക, ചുറ്റി വളയ്ക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഈ ഒരു കോട്ടയെ ചുറ്റി വളയ്ക്കുന്നവര് വളരെ ഫലവാന്മാരും അവരുടെ സേന എന്ന് പറയുന്നത് വളരെ വലുതുമാണ്. അപ്പോ അങ്ങനെ വരുമ്പോൾ അകത്തിരിക്കുന്നവരെ സംരക്ഷിക്കേണ്ട ഒരു കടമ ആ സംരക്ഷണ വ്യക്തിയെ സംരക്ഷിക്കുന്നവർക്കുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യാൻ പാടില്ല? തളർന്നു പോകാൻ പാടില്ല. അതിന് പകരമായി നമ്മുടെ ശത്രുക്കളെ തളരുന്ന രീതിയിലാക്കണം അവിടെയാണ് അവരുടെ ജയം ഉള്ളത്. അതാണ് മുറ്റാറ്റി. എത്ര വലിയ സേനയായാലും മുറ്റിയവരെയും പറ്റിയാർ, അതായത് ഇവരിൽ പറ്റി നിൽക്കുന്നവർ എന്ന് പറഞ്ഞാൽ പിടിച്ചു നിൽക്കുന്നവർ. ആരെ? ഈ കോട്ടയ്ക്ക് അകത്ത് പറ്റി പിടിച്ചു നിൽക്കുന്നവർ എന്ന് വെച്ചാൽ ഈ കോട്ടയ്ക്കകത്തുള്ള ആൾക്കാര്, രാജാവ്, രാജ്ഞി, അങ്ങനെ എല്ലാവരെയും എടുക്കാം. അപ്പൊ അവരെല്ലാവരും ഈ ഭടന്മാരെ ആശ്രയിച്ചാണ് നിൽക്കുന്നവര്. അവരെയും സംരക്ഷിക്കണം. ഈ എത്ര വലിയ സേനയായാലും അവരുടെ ആ ശത്രുത മനോഭാവത്തെ തളർത്തുന്ന രീതിയിലാവണം. അല്ലാതെ നമ്മളെപ്പോഴും മനസ്സ് തളർന്നു പോകരുത്. അവരുടെ ആ മനോവീര്യം കെടുത്തുന്ന രീതിയിലാവണം. പറ്റിയാർ വെൽവത് അരൺ. അങ്ങനെ ആ മനോധൈര്യം വഹിച്ചുകൊണ്ട് സംരക്ഷിക്കുന്നത്, അകത്തുള്ളവരെ സംരക്ഷിക്കുകയും പുറത്തുള്ളവരെ എതിർത്തു നിൽക്കുകയും ചെയ്യുന്നതാണ് നല്ല സംരക്ഷണം, അല്ലെങ്കിൽ നല്ല അരൺ എന്ന് പറയുന്നത് എന്നതാണ് ഈ കുറളിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. കുറൾ 748. മുറ്റാറ്റി മുറ്റിയവരെയും പറ്റു ആറ്റിപ്പറ്റിയാർ വെൽവതു അരൺ. മുറ്റുന്ന വൽമയോടു ചുറ്റുമരിനിരയെ നിലതെറ്റാതെ വെല്ലുവതു ദുർഗ. ശക്തനാം വൈരിയെ ദുർഗത്തിലുള്ളവർ ഏറ്റുഹരിക്കുവാൻ തക്കതാം കോട്ടை. എത്ര തന്നെ ശക്തിമാനായ ശത്രുവായിരുന്നാലും ആ ശത്രുവിനെ നിർഭയം തോൽപ്പിക്കുക, ശത്രുവിനോട് എതിരിട്ട് തോൽപ്പിക്കാൻ തക്ക വിധത്തിൽ സൗകര്യത്തോടു കൂടിയ ആകണം കോട്ട. അത്രയ്ക്കും ബലമായി കോട്ട തീർക്കണം. എത്ര വലിയ സേനയും നമുക്ക് തോൽപ്പിക്കണം. നമ്മുടെ രാജ്യത്തിനകത്തുള്ളവരെ സംരക്ഷിക്കുക, പുറത്തുള്ളവരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുക. അങ്ങനെയുള്ള കോട്ട തീർക്കേണ്ടതാണ് ശത്രുപക്ഷത്തിനെ നേരിടാൻ സഹായിക്കുന്നത്. എത്ര ശക്തനായ ശത്രുവായാലും ഭയപ്പെടരുത്. ആ ശത്രുവിനെ എതിരിട്ട് തോൽപ്പിക്കാൻ ആവശ്യമുള്ള സൈനിക ബലം ഉണ്ടാകണം. യുദ്ധോപാധികളും രഹസ്യമായാലും സുരക്ഷിതമായും സൂക്ഷിക്കാനും ഉപയോഗിക്കാനുമുള്ള സൗകര്യപ്രദമായ കോട്ട ഉണ്ടാകണം. പോരിന് വരുന്ന രാജാവിനെ അഹങ്കാരം തകർത്ത് കോട്ട എപ്പോഴും സഹായകമാകത്തക്ക രീതിയിൽ നിർമ്മിക്കാം. യുദ്ധം തുടങ്ങുമ്പോൾ തന്നെ ഭയപ്പെടാതെ കോട്ടയ്ക്കകത്തിരുന്ന എതിരാളികളോട് പൊരുതി അവരെ തോൽപ്പിക്കണം, വെട്ടി വീഴ്ത്തണം. അതനുസരിച്ചുള്ള കോട്ടയാണ് രാജാവ് പണിയേണ്ടത്. എതിരാളിക്ക് അല്ലെങ്കിൽ ശത്രുവിന്
ശക്തമായ ശിക്ഷ, പണി കൊടുക്കുന്ന കോട്ട പണിയണം. അത്രയ്ക്ക് ബലമുള്ളതായിരിക്കണം. എന്നാൽ മാത്രമേ ശത്രുവിനെ തോൽപ്പിക്കാൻ പറ്റൂ. ഭയപ്പെട്ട അകത്ത് ഉണ്ടാതിരിക്കാൻ പാടില്ല. ശത്രുവിനെ തോൽപ്പിക്കുക തന്നെ വേണം. 748 മുറ്റാറ്റി മുറ്റിയവരെയും പറ്റാറ്റി പറ്റിയാർ വെൽവതും മരൺ. താങ്ക് യു. താങ്ക് യു. Fort must be smartly fitting and succeeding the enemies of circle around by those contained. Kurul 749. അടുത്തത് 749 കുറളാണ്. മുനൈമുഖത്ത് മാറ്റലർച്ചായ വിനൈമുഖത്ത് വീറെയ്ത് മാണ്ടത് അരൺ. ഇതും ഒരു അരൺ എങ്ങനെയാവണം എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. മുനൈമുഖത്ത്, മുനൈ എന്ന് പറഞ്ഞാൽ പോർമുനൈ എന്ന് പറയും. പോർമുനൈ എന്ന് പറഞ്ഞാൽ യുദ്ധം നടക്കുന്ന ആ സ്ഥലമാണ് പോർമുനൈ എന്ന് പറയുന്നത്. അവിടെ, അതായത് യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു, നമ്മുടെ കോട്ട ആക്രമിക്കാൻ വരുന്നുണ്ട്. ഇവിടെ നമ്മൾ അരൺ എന്ന് പറയുന്നത് എല്ലാ രീതിയിലും കോട്ട അരൺ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ രാജ്യത്തിനെ തന്നെ സംരക്ഷിക്കേണ്ട ചുമതല ഈ ഭടന്മാർക്കുണ്ട്. അതിനെക്കുറിച്ചുമാണ് ഈ പറയുന്നത്. അപ്പോ ഈ എതിരാളികൾ തമ്മിൽ യുദ്ധം നടക്കുന്നുണ്ട്. അപ്പോൾ എതിരാളികൾ തോറ്റ് മടങ്ങണം, ആ തോറ്റ് വീഴണം, അല്ലെങ്കിൽ അവരെ ആക്രമിച്ച് നമ്മൾ വേണം ജയിക്കാൻ. അങ്ങനെ ചെയ്യുന്നതും. മാറ്റലർ ചായ, മാറ്റലർ എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ എന്നാണ്. ചായ എന്ന് പറഞ്ഞാൽ മരിക്കുക അല്ലെങ്കിൽ തോറ്റു വീഴുക. വിനൈമുഖത്ത് വീറെയ്ത് മാണ്ടത് അരൺ. അങ്ങനെ വളരെ പ്രശസ്തമായി ഈ യുദ്ധം ചെയ്ത് വീറെയ്തി എന്ന് പറഞ്ഞാൽ വളരെ വീരത്തോടുകൂടി, അതായത് ഇത് ഇവിടെയും നമുക്ക് പുറനാനൂറിൽ ഒരു ഇത് എടുക്കാം. അതായത് പുറനാനൂറിൽ വരുന്ന എല്ലാ പാട്ടുകളും ഈ ദാനം ഇതിനെക്കുറിച്ച് പറഞ്ഞാലും വളരെ കുറച്ച് പാട്ടുകൾ വീരത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോ ആ യുദ്ധത്തിൽ ചെയ്യുന്ന ഒരു അമ്മ പറയുന്നു, എന്റെ മകൻ യുദ്ധത്തിൽ മരിച്ചു എന്ന് കേട്ടു. അപ്പോൾ ഞാൻ അവനെ അന്വേഷിച്ച് പോവുകയാണ്. എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ഒരാള് വന്ന് പറയുന്നു, നിന്റെ മകൻ മുതുകിൽ വാളുകൊണ്ട് ഉള്ള വാള് കുത്തപ്പെട്ട് മരിച്ചുപോയി. അപ്പോൾ പുറമുതുകിടുന്നത് എന്ന് പറഞ്ഞാൽ ബാക്കില് പുണ്ണു വരുന്നത് വളരെ ക്ഷീണമാണ് പുരുഷന്മാർക്ക്. കാരണം അങ്ങനെ വരികയാണെങ്കിൽ ആ അമ്മ പറയാണ്, ഞാൻ പോയി നോക്കും, എന്റെ മകൻ നെഞ്ചിലാണെങ്കിൽ നേരെ എതിരെ നിന്ന് യുദ്ധം ചെയ്തു എന്നാണ് അർത്ഥം. ബാക്കിൽ മുതുകിലാണ് ആ വാള് കൊള്ളുക എന്ന് പറഞ്ഞാൽ അവൻ പേടിച്ച് തിരിച്ചോടി എന്നാണ് അർത്ഥം. അങ്ങനെ ആവരുത്. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ, എന്റെ മകൻ മുതുകത്തിലാണ് അവന് കുത്തുകൊണ്ടതെങ്കിൽ അവന് പാല് കൊടുത്ത എന്റെ മുല ഞാൻ വെട്ടിക്കളയും എന്ന് ആ അമ്മ പറയുന്നുണ്ട്. ഇതുപോലെ ഒത്തിരി പാട്ടുകൾ ഈ ഭടന്മാർ എങ്ങനെ നിന്ന് യുദ്ധം ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ഞാനിവിടെ ഓർക്കുകയാണ്. ഇവിടെ അങ്ങനെ എതിരാളി തോറ്റു ഓടണം, അതാണ് ഒരു നല്ല ഒരു പുരുഷന്റെ ലക്ഷണം എന്നുള്ളതാണ് പുറനാനൂറും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ വള്ളുവരും പറയുന്നുണ്ട്. അങ്ങനെ വീഴുന്ന പുകൾമിക പോർത്തൊഴിൽ വെച്ചാൽ പ്രശസ്തമായ യുദ്ധം ചെയ്യുന്നതിൽ പ്രശസ്തി നേടണം. അപ്പൊ അവിടെ യുദ്ധം ചെയ്യുന്നതാണ് ഒരു പുരുഷ ലക്ഷണം എന്നാണ് പറയുന്നത്. അതും പിന്നെ എന്താണ് ചെയ്യേണ്ടത്, ആ അതിന്റെ അകത്ത് വീറെയ്തി മാണ്ടത് അരൺ. അങ്ങനെ യുദ്ധം ചെയ്ത് ജയിക്കുന്നതാണ് നല്ല അരൺ എന്ന് പറയുന്നത്, നല്ല സംരക്ഷണം എന്നത്. അപ്പോ ഇവിടത്തെ ആ മതിൽ കാക്കുന്ന ആ ഭടന്മാർ എത്രയും നല്ല ശക്തമായവരാവണം. അവർക്ക് യുദ്ധം ചെയ്യുന്നതിൽ നല്ല അറിവ് ഉണ്ടായിരിക്കണം. എങ്ങനെ ചെയ്താൽ ജയിക്കും എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഇതെല്ലാം ഉണ്ടെങ്കിലാണ് നല്ല സംരക്ഷണം എന്ന് പറയുന്നത്. ഇതാണ് ഈ കുറൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. കുറൾ 749. മുനൈ മുഖത്തു മാറ്റലർ ചായ വിനൈ മുഖത്തു വീറു എയ്തി മാണ്ടതു അരൺ പോർ. തുടങ്ങുമ്പോഴേ കരികൾ വീഴും വിധം വീറാണ്ടു വിലസുവതു ദുർഗം. ഒരു നാടിനെ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഒരു
ജനതയെ രക്ഷിക്കുക എന്നർത്ഥം. ജനതയെ രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ സഹസ്രാബ്ദങ്ങളായി അവർ ആർജിച്ച സംസ്കാരത്തെ രക്ഷിക്കുക എന്നും അർത്ഥമുണ്ട്. അനിയന്ത്രിതമായ മത സാംസ്കാരിക അധിനിവേശങ്ങളിൽപ്പെട്ട് എത്രയോ സംസ്കാരങ്ങൾ അന്യം നിന്നു പോയിരിക്കുന്നു. ഗോത്രങ്ങൾ തകർന്നു, ഭാഷകൾ മരിച്ചു, പറിച്ചു നടപ്പെട്ട പിൻതലമുറകൾ വേരറ്റു വാടിക്കരിഞ്ഞു. അവർക്ക് ചരിത്രം നഷ്ടമായി. ദുർഗം എന്ന് പറയുമ്പോൾ ഭൗതിക അർത്ഥത്തിലുള്ള ആക്രമണങ്ങളെ മാത്രം ചെറുക്കുവാനുള്ളതല്ല, സാംസ്കാരികമായ ആക്രമണങ്ങളെ കൂടി ചെറുക്കുവാനുള്ള മനോബലമാണത്. രാജാവ് അക്കാര്യം കൂടി മനസ്സിരുത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ സ്വന്തം നാട് അന്യന്റേതായി മാറും. അത്തരം യുദ്ധങ്ങളുടെ സമാരംഭത്തിൽ തന്നെ ശത്രുക്കൾ നിരനിരയായി വീണൊടുങ്ങും വിധം വീറോടും നിപുണതയോടും അകത്തുള്ളവർക്ക് യുദ്ധം ചെയ്യാനുതകി പുകഴാർന്നു വിളങ്ങുന്നതത്രേ ദുർഗം. ശത്രുക്കൾ ആദ്യമേ തന്നെ വീഴ്ത്തപ്പെട്ടാൽ പിന്നെ യുദ്ധമില്ലല്ലോ. ആത്മരക്ഷയുടെയും ജനരക്ഷയുടെയും ദേശരക്ഷയുടെയും ഒക്കെ കാര്യത്തിൽ പ്രബലമായ ഒരു കോട്ടയുടെ ദുർഗത്തിന്റെ പ്രാധാന്യം എടുത്തു പറയുമ്പോഴും ഖുറൽ മുമ്പ് സൂചിപ്പിച്ച ഒരു യാഥാർത്ഥ്യം കൂടി ഇവിടെ ഓർക്കേണ്ടതുണ്ട്. കാന്തയ്ക്കു കാന്തന്റെ കാവൽ കൊണ്ട് എന്തുവാൻ, താൻ തന്നെ കാപ്പതേ കാവൽ. അതായത് എന്ന് വെച്ചാൽ ഒരു ഭരണാധികാരിയോ സമൂഹമോ ദൈവങ്ങളോ സൈന്യമോ വന്ന് നമ്മെ എന്നും രക്ഷിച്ചുകൊള്ളും എന്ന് ഒരിക്കലും കരുതരുത്. ആത്മാഭിമാനമുള്ള ഓരോരുത്തരും സ്വന്തം നിലയ്ക്ക് അവനവനെ രക്ഷിക്കണം. ഭാഷയെ, സ്വന്തം സംസ്കാരത്തെ, പൈതൃകത്തെ, പാരമ്പര്യത്തെ എല്ലാം എന്നും നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കണം. അതിനുള്ള കൂട്ടായ്മയാണ് ദുർഗം. ഖുറൽ 749. മുനൈ മുഖത്തു മാറ്റലർ ചായ വിനൈ മുഖത്തു വീറു എഴുതി മാണ്ടത് അരൺപോർ. തുടങ്ങുമ്പോഴേ കരികൾ വീഴും വിധം വീറാണ്ടു വിലസുവതു ദുർഗം. താങ്ക് യു. Tirukkural chapter 75, Qural 749 describes a strong fortress as one that defeats enemies at the very front through the courageous actions of those within, achieving greatness through effective defense and offense. It emphasizes that a fortress' true strength lies in its capability to crush foes right at the battle's start by displaying remarkable martial power from its defenders. Fort should be helpful for making damages at the onset of war itself to enemies by insiders. Thank you. ഏറ്റവും ലാസ്റ്റ് ഈ അധികാരത്തിൽ അവസാനത്തെ ഖുറലാണ് 750. எனை மாட்சித்து ஆகிய கண்ணும் വിനൈ മാட்சி ഇല്ലാർകൺ ഇല്ലത് അരൺ. ഈ ഖുറലിൽ പറയുന്നത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വന്നു. ഒരു പാതുകാവൽ അല്ലെങ്കിൽ സംരക്ഷണം അല്ലെങ്കിൽ സംരക്ഷണ ഭിത്തി അല്ലെങ്കിൽ ഒരു അരൺമനയുടെ മതിൽ എങ്ങനെയാവണം, അതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന, അതായത് ആ മതിലിന്റെ അകത്ത് ഈ ചിലതൊക്കെ തീ തുപ്പുന്ന പൊറികൾ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ വളരെ നല്ല എല്ലാ രാജാക്കന്മാരുടെ അരൺമനയിലും ഇത് കാണണമെന്നില്ല. ഭയങ്കര ഇത് ചെയ്യാവുന്ന വ്യക്തികളുണ്ടല്ലോ. നമുക്കറിയാം അന്നത്തെ കാലത്ത് വളരെ നല്ല ഒരു അമ്പലമോ അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള ഒരു പ്രതിമകളോ ഒക്കെ ചെയ്തത്, അല്ലെങ്കിൽ കോട്ടകളൊക്കെ പണിത് ഒരു വലിയ അമ്പലം ഇതുവരെ ആരും ചെയ്യാത്തത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ശില്പിയുടെ കൈ മുറിച്ച് കളയും, അല്ലെങ്കിൽ ആ ശില്പിയെ കൊല്ലുന്ന ഒരു രീതിയും പണ്ട് ഉണ്ടായിരുന്നതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ തഞ്ചാവൂരിന്റെ ആ ഇതിലും അങ്ങനെ ചില കഥകൾ പറയാറുണ്ട്. അത് വെറും കഥകളാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അങ്ങനെ ഒരു സംഭവമുണ്ട്. കാരണം ഇത് വേറെ ആർക്കും ചെയ്ത് കൊടുക്കരുത് എന്നുള്ളത് കൊണ്ടാവാം അങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പോ ഈ പൊറികളൊക്കെ അങ്ങനെയാണ്. എല്ലാ രാജാക്കന്മാർക്കും ഈ കോട്ടമതിലുകളിൽ ഈ പൊറികൾ കാണില്ല. കാരണം ഈ ചില പൊറികൾ കല്ല് തുപ്പും, ചില പൊറികളാണെങ്കിൽ തീ തുപ്പുന്നത്, അങ്ങനെ പലതരത്തിലുള്ള പൊറികളുണ്ട്. പിന്നെ ഈ ചില പൊറികളാണെങ്കിൽ വെളിയിൽ നിന്ന് കാണുന്നവർക്ക് ഭയം മൂട്ടുന്നതായിരിക്കും.
അങ്ങനെയുള്ള പൊറികളൊക്കെ ഉണ്ട്. അപ്പൊ അതുപോലുള്ള പൊറികൾ എന്തൊക്കെ പൊറികളുണ്ടോ എല്ലാം ഉണ്ട്. ഇനി ആയുധങ്ങളുണ്ട്, അകത്തുള്ള ഉള്ളവരെ സംരക്ഷിക്കാനുള്ള എല്ലാ തരത്തിലുള്ള ആയുധങ്ങളും ഉണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിൽ മതിയോ എന്നാണ് അടുത്തൊരു ചോദ്യം ഉന്നയിക്കുന്നത്. എനൈ മാറ്റിത്ത് ആകിയ കണ്ണും, അതായത് ഈ പറഞ്ഞ ഈ 9 കുറളിലും പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് എങ്കിലും, ആകിയ കണ്ണും എന്ന് പറയുന്നത് ഇതെല്ലാം ഉണ്ട്, എന്നാലും വിനയ് മാറ്റി ഇല്ലാർക്കൺ ഇല്ലത് അരൺ, ഇതിനെ എങ്ങനെ പ്രയോഗിക്കണം, അല്ലെങ്കിൽ ഇത് പ്രയോഗിക്കാനുള്ള കഴിവ് ഇല്ല എങ്കിൽ ഇത്രയും പാതുകാവൽ അല്ലെങ്കിൽ ഇത്രയും സംരക്ഷണം ഉണ്ടായിട്ട് എന്ത് കാര്യമാണുള്ളത്? അവിടെയാണ് ഒരു ചോദ്യം ഉന്നയിക്കുന്നത്. കാരണം നമുക്കിപ്പോ നമ്മുടെ വീട്ടിൽ ഒരു പുതിയ യന്ത്രം വാങ്ങിച്ചു വെച്ചു, പക്ഷെ ആ യന്ത്രം ഉപയോഗിക്കാൻ എനിക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ആ യന്ത്രം കൊണ്ട് എനിക്ക് ഒരു ഉപയോഗവുമില്ല. ഇപ്പൊ നമുക്കറിയാം, കുറച്ച് പ്രായമായവരാണെങ്കിൽ ലാപ്ടോപ്പ് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ മൊബൈൽ ഉപയോഗിക്കാനോ വളരെ ഇന്നത്തെ കാലത്ത് കുറച്ച് പ്രായമുള്ളവർക്ക് അത് ഉപയോഗിക്കാൻ അറിയാം. പക്ഷെ നമ്മളെക്കാൾ നന്നായി ഉപയോഗിക്കാൻ അറിയാവുന്ന ഒരു ജനറേഷനാണ് ഇന്നത്തെ ജനറേഷൻ, യങ് ജനറേഷൻസ്. നമ്മുടെ കൊച്ചുമക്കളുടെ അടുത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവര് നന്നായി അതിനെ പ്രയോഗിക്കാൻ അറിയും. അപ്പൊ നമുക്ക് ഇത് പ്രയോഗിക്കാൻ അറിയാത്ത ഒരു സംഭവം നമ്മൾ വാങ്ങിച്ച് വീട്ടിൽ വെച്ചിട്ട് ഒരു യൂസും ഇല്ല. അതുപോലെയാണ് ഇത്രയും അറൺകൾ നമുക്കുണ്ട്. ഒരു കോട്ടയുടെ പുറത്ത് വെക്കുന്ന പൊറികളുണ്ട്, ആയുധങ്ങളുണ്ട്. നല്ല ഭടന്മാരില്ല എങ്കിൽ അത് എങ്ങനെ പ്രയോഗിക്കണം എന്ന് അറിയാത്തവരാണെങ്കിൽ ഇത്രയും അരൺ ഉണ്ടായിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്നാണ് ഈ ഇതില് ഇല്ല എന്നുള്ളതാണ്. ഇതൊന്നും പ്രയോജനമല്ല. അപ്പം വേണ്ടത് എന്താണ്? ഇത്രയും അരൺ മാത്രം പോരാ, ഇത് പ്രയോഗിക്കാനുള്ള കഴിവുള്ള നല്ല ഭടന്മാരും വേണം എന്നതാണ് ഈ കുറളിൽ പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും അവസാനമാണ് ഈ അരൺ കൊണ്ടുള്ള ഉപയോഗം, അതായത് ഇത് എങ്ങനെ പ്രയോഗിക്കണം എന്നുള്ളതിന്റെ ആ സാഹചര്യം ഇതെല്ലാം പറഞ്ഞു തന്നു. ഇനി ഇതെല്ലാം നന്നായി പ്രയോഗിച്ചില്ല എങ്കിൽ ഇതൊക്കെ ഇരുന്നിട്ട് എന്താണ് പ്രയോജനം? ഒരു പ്രയോജനമില്ല. അപ്പം അതുകൊണ്ടാണ് നല്ല ഭടന്മാരും നല്ല കഴിവുള്ള ഭടന്മാരും വേണം, ഇതിനെ പ്രയോഗിക്കാൻ അറിയുകയും വേണം എന്നുള്ളതാണ് അവസാനത്തെ കുറളിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. കുറൾ 750. എനൈമാച്ച് ആകിയ കണ്ണും വിനൈമാച്ച് എല്ലാവർക്കും ഇല്ലത് അരൺ. സകലവിധ ഗുണം പൂർണ്ണമാകിലും തൊഴിൽ നിപുണർ തെളിയായിൽ വിപുലമാം ദുഃഖം. അതില് ആദ്യത്തെ വരിയിൽ നേരത്തെ പറഞ്ഞ അരൺ, അവസാനം വരുന്ന വാക്ക് അരൺ, കോട്ട, മുൻ വിവരിക്കപ്പെട്ട മഹത്വം എല്ലാം ഉൾക്കൊണ്ടതായാലും ശരി, വിനയ് സ്വന്തം കർമ്മങ്ങൾ ചെയ്യുന്നതിൽ മാക്സി നൈപുണ്യം ഇല്ലാർക്കൻ ഇല്ലാത്തവരാണ് അതിനുള്ളിൽ വസിക്കുന്നത് എന്ന് വരികിൽ, ഇല്ലാതെ അതെല്ലാം മുൻചെന്ന് മഹത്വങ്ങളെല്ലാം ഉണ്ടായിരുന്നാലും ഫലത്തിൽ ഒന്നുമില്ലാത്ത അവസ്ഥയാവും. മുൻചെന്ന എല്ലാ ഗുണങ്ങളും തികഞ്ഞതാണെങ്കിലും കർമ്മധീരരായ ആളുകൾ അതിനുള്ളിൽ ഇല്ലെന്ന് വരികിൽ ആ കോട്ടയെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. ക്രമേണ അത് നശിപ്പിക്കപ്പെടും എന്ന് വള്ളുവർ ആ കോട്ടയുടെ മഹത്വത്തെക്കുറിച്ച്, അതിൻ്റെ ഓരോ അവസ്ഥയെക്കുറിച്ചും വളരെ നന്നായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ ക്ലാസ് എടുത്ത ശാന്തി ടീച്ചറും വളരെ ഭംഗിയായിട്ട് മന്വന്മനത്തിൽ നിന്നും മഹാഭാരത യുദ്ധത്തിൽ നിന്നും ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെ എടുത്തു പറഞ്ഞ്, പിന്നെ കോട്ടയുടെ പ്രാധാന്യം നമ്മളറിയുന്നുള്ള കോട്ടകൾ പറഞ്ഞിട്ട് ഞാൻ തിരുവനന്തപുരത്ത് തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്കോട്ട് വരുന്ന കിഴക്കേ കോട്ടയുണ്ട്. അത് നമ്മുടെ ഇപ്പോഴും വളരെ സാധാരണക്കാർക്ക് അറിയാവുന്ന ഒന്നാണ്. കിഴക്കേ കോട്ട ബസ് സ്റ്റാൻഡായിട്ട് അത് മാറിയിട്ടുള്ളതുണ്ട്. കിഴക്കേ കോട്ടയും അതിന്റെ നേരെ എതിരെ വരുന്നത് പടിഞ്ഞാറക്കോട്ട, തെക്കേ കോട്ട, വടക്കേ കോട്ട, ആ 4 കോട്ടകളുമുണ്ട്. അതിന്റെ അവശിഷ്ടങ്ങളും അവിടെ നമുക്ക് കാണാൻ സാധിക്കും. കാരണം അന്നത്തെ ആ കരിങ്കല്ലിന്റെ ആ വലിപ്പവും അതിൽ ആർക്കും ഒന്ന് പിടികയറാൻ പറ്റാത്ത രീതിക്കുള്ള അടുക്കടുക്കി വെച്ചിരിക്കുന്ന രീതിയും, അതേസമയത്ത് ഉള്ളിൽ നിന്ന് കയറി പറ്റാവുന്ന അല്ലെങ്കിൽ ആരും ഉണ്ടോന്ന് അങ്ങോട്ട് നോക്കാൻ പറ്റുന്ന രീതിക്കുള്ള ചെറിയ ചെറിയ സ്റ്റെപ്പുകളും അടിച്ചിട്ടുണ്ട് ആ ഇതിൽ തന്നെയാണ്. അതൊക്കെ ഇപ്പോഴും നമുക്ക് അപൂർവമായിട്ടെങ്കിലും കാണാം. കാരണം കോട്ടയിലൊക്കെ വളരെ ഭാഗങ്ങളൊക്കെ മാറിക്കഴിഞ്ഞു.
എന്നാലും വേണം. പിന്നെ അതുപോലെ തന്നെ ഈ അമ്പലത്തിന് ചുറ്റും വരുന്ന കോട്ടകൾ ഒന്ന് പ്രധാനപ്പെട്ടതാണ് വെട്ടിമുറിച്ച കോട്ട എന്ന് പറയുന്നുണ്ട്. അതായത് ഒരിക്കൽ രാജാവ് ഒരു ജോസിനെ വിളിച്ചിട്ട് അദ്ദേഹത്തിന്റെ ജോസിനെ കുറിച്ച് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്, ഇന്ന് അതായത് രാജാവ് ഏത് വഴിക്കാണ് അമ്പലത്തിലേക്ക് കയറുന്നത് എന്ന് പറയാൻ പറഞ്ഞു. അപ്പം ജോസിന് അത് കൃത്യമായിട്ട് പറഞ്ഞു. കാരണം 4 ഭാഗത്തുള്ള കോട്ടയുമല്ല, ഇതൊക്കെ ഇതായിട്ട് ആ മതിൽ കോട്ടയിൽ ഒന്ന് വെട്ടിമുറിച്ച് അതിൽ കൂടിയായിരിക്കും പോകുന്നതെന്ന് പറഞ്ഞു. അതാണ് ആ ഭാഗത്ത് വരുന്ന വെട്ടിമുറിച്ച കോട്ട എന്നുള്ളൊരു പേര്. കിഴക്കേ കോട്ടയ്ക്ക് അറ്റത്ത് ഭാഗത്ത് വരുന്നതാണ് വെട്ടിമുറിച്ച കോട്ട. അതുപോലെ തന്നെ തൃപ്പൂണിത്തുറ അമ്പലത്തിന് ചുറ്റും കോട്ടയുണ്ട്. അവിടെയും ഒരു വടക്കേ കോട്ടയുണ്ട്, തെക്കേ കോട്ട. വടക്കേ കോട്ട ഒരു ബസ് സ്റ്റോപ്പിൻ്റെ ആയിട്ട് ആണ് ഉള്ളത്. മെട്രോ സ്റ്റേഷൻ വടക്കേ കോട്ടയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മറ്റു പിന്നെ കന്യാകുമാരി ചെന്നാലും അവിടെയുണ്ട് വട്ടക്കോട്ട. കാരണം പിന്നെ യുദ്ധക്കാർക്ക് വേണ്ടി, ഡച്ചുകാർക്ക് വേണ്ടി പണിത ഒരു കോട്ടയാണ് വട്ടക്കോട്ട. അതുപോലെ 5 തെങ്ങ്, അവിടെയും ഉണ്ട് 5 തെങ്ങ് കോട്ട. ഇങ്ങനെ നമ്മുടെ ചുറ്റും തന്നെ വളരെ പ്രധാന യുദ്ധ പ്രാധാന്യമുള്ള, മറ്റുള്ളവർ പുറത്തുനിന്ന് വരുമ്പോൾ ആക്രമിക്കാനും രക്ഷിക്കാൻ വേണ്ടിയുള്ള കോട്ടകൾ വളരെയധികം ഉണ്ട്. പിന്നെ ഇതേപോലെ തന്നെയാണ് നമ്മുടെ റെഡ് ഫോർട്ട്. ഇതിനൊക്കെ ഡൽഹിയിലെ തലസ്ഥാനത്ത് ഉള്ള ഇതാണ് ഏറ്റവും വലിയൊരു കോട്ടയാണ് റെഡ് ഫോർട്ട്, ചെങ്കോട്ട എന്നുള്ളതിന്. അതിൻ്റെ ഒരു നേരിൽ നിന്ന് കാണുമ്പോൾ അറിയാതെ എന്തുമാത്രം വലിപ്പത്തിലും എന്തുമാത്രം വിസ്തീർണത്തിലുമാണ് ആ കോട്ട പണിതിരിക്കുന്നത് അറിയാം. കാരണം അതിൻ്റെ അടുത്ത് നിന്ന് പോലെ തന്നെ ഉയർന്നു പോലും നോക്കാൻ പറ്റാത്ത പൊക്കത്തിലും വീതിയിലുമാണ് ആ കോട്ട പണിതിരിക്കുന്നത്. അതുപോലെ ആഗ്ര കോട്ട. ഓരോ അന്നത്തെ സാമ്രാജ്യങ്ങൾക്ക് തെറ്റ് കാവൽ നിന്നത് ഈ കോട്ടകളാണ്. ഇന്ന് ക്ലാസ് വളരെ ഭംഗിയായിട്ട് എടുത്ത ജോർജ് സാറ്, ശ്രീകുമാരി, ഉഷ മാഡം, ഓമിന ടീച്ചർ, സാബു സാറ്, ജോർജ് സാറ്, റോയ് സാറ്, ഏവർക്കും 76 അക്വയറിംഗ് വെൽത്ത് ആണ് അടുത്ത ആഴ്ചയിലേക്ക്. ഓവർ. സാറേ വെൽത്ത് അല്ലേ? Thank you, sir. ഓക്കെ. However, comfortable to the unskilled fort is of no benefit. Kural 750 says that even the most comfortable and well-equipped fort is of no benefit if the defenders within are unskilled or lack courage. A famous historical example is the fortress of Devagiri, later Dauladabad, in the Deccan, renowned for its massive walls and complex defenses, including a moat and a dark, winding passage. Despite its unparalleled defenses, when the Delhi Sultanate forces, led by Alauddin Khilji, launched a surprise attack, the fort's commander and his inexperienced garrison quickly succumbed. The soldiers, being unskilled and complacent due to the fort's reputation, failed to utilize the natural advantages of the stronghold or execute a proper defensive strategy. Thus, the immense comfort and strength of the fort proved useless, leading to a swift and humiliating defeat. The Tirukural dedicates a full chapter to the fortification Aran, emphasizing its role as the ultimate symbol of a secure and prosperous kingdom. The text teaches that a true fort must be a harmonious blend of natural defenses and human ingenuity, possessing height, width, strength, and resources like water beyond mere walls,
The Quran asserts that a fortification's true value lies in the skill and morale of its defenders, making it useless to the unskilled. Ultimately, Thiruvalluvar presents the fort as essential, a strategic necessity for offense, and a vital sanctuary for the innocent refugee. A small poem. Stone walls rise, a silent, strong decree, shelter for the fearful, base for victory, water flows within, a resource ever deep. But only wise hearts the sacred walls can keep. I extend my deepest gratitude to Sabu sir, who hosted this event, providing the essential structure and technology for our success. We are immensely thankful to all the dedicated participants, Nayanar sir, Shanti ma'am, Usha ma'am, Srikumari ma'am, Roy sir, George sir, whose engagement, insightful contributions, and hard work made this a truly memorable experience. Finally, a huge thank you to our devoted viewers for their enthusiastic support. Your presence and attention are what truly amplify our impact. Thank you all. Okay, ma'am. Thank you. Thank you. Thank you. Thank you, Shanti ma'am. Sir. ഇനി അടുത്ത ആഴ്ച എന്നാ പറഞ്ഞ സാറേ? ഇതിനൊക്കെ ധനം വേണമല്ലോ ഓ, ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ ധന ആർജിക്കുന്നത് എങ്ങനെ, അതാണ് ധനസമ്പാദന. എല്ലാവരുടെയും ചിന്ത. പൊരുൾ செயൽ വകை, അതായത് അക്വയറിംഗ് വെൽത്ത്. പിടിച്ചു പറിക്കണ്ടെന്നായിരിക്കും. അതെ, അത് ഇന്നത്തെ കാലത്താ, പണ്ട് അങ്ങനെയൊന്നും അല്ലേ. ധനസമ്പാദനം, അധ്വാനിച്ച് ധനം സമ്പാദിച്ചിരുന്നു അല്ലേ സാർ? അല്ല, ഇന്നിങ്ങനെ ആയിരിക്കുമെന്ന് തിരുവള്ളുവർക്ക് അറിയാം. അപ്പൊ പിടിച്ചു പറിക്കരുതെന്ന് നേരത്തെ പറഞ്ഞു കാണും. ധനസമ്പാദത്തെ കുറിച്ചുള്ള വായിച്ചു വരുമ്പോ അറിയാം എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഓരോ ദിവസം ചെല്ലുന്നവരും ജോർജ് സാർ പറയുന്ന പോലെ അത് വളരെ വളരെ അർത്ഥവത്തായിട്ട് മാറുന്നുണ്ട് സമകാലീന കാര്യങ്ങളായിട്ട് നോക്കുമ്പോൾ. അന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം എത്ര ഭീഷണത്തോടു കൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. അത്രയ്ക്കും അതായിരിക്കും ലോകത്തിലെ തന്നെ ഏറ്റവും ബൈബിളിന് തൊട്ടടുത്ത് ഏറ്റവും അധികം വിവർത്തനം ചെയ്യപ്പെട്ട ഒരു കൃതി എന്നുള്ളതിലേക്ക് അഭിമാനിക്കാവുന്ന ഒരു ഇതാണ് തിരുക്കുറൾ. അതിന് നമ്മളെല്ലാം ഭാഗവതമാകുന്നു എന്നുള്ളതും വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതിന്റെ ഈ കോട്ടയുടെ അവശിഷ്ടം കാണുമ്പോൾ അതിന്റെ നിർമ്മാണവും, കാരണം അന്ന് ഈ യാന്ത്രകളോ ക്രെയിനോ ഒന്നും ഇല്ലാത്ത സമയത്ത് ഇതൊക്കെ എങ്ങനെ പൊക്കി. എനിക്കറിയാം കിഴക്കേ കോട്ടയിൽ, ആ കോട്ടയിൽ അതിന്റെ ഒരു കല്ലിനും അടുത്ത കല്ലിനും ചേർത്ത് വയ്ക്കുന്ന ഒരു സിമെന്റോ വേറെ ഇതൊന്നുമില്ല. അത്രയ്ക്ക് കൃത്യമായിട്ടാണ് അത് ഇഴകി ചേർന്നിരിക്കുന്നത്. ഇപ്പോഴും അതിനൊരു എന്താ പറയുക, ഒരു കോട്ടവും തട്ടിട്ടില്ല എന്നുള്ള രീതിക്കാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ബേക്കലാണോ? ബേക്കൽ കോട്ടയാണോ? അത് കടലിലോട്ടല്ലേ? അത് കരിങ്കല്ലാണ് സാറേ. ഇല്ല, അത് മറ്റേ ഇതല്ല, കരയിൽ തന്നെ. കടൽത്തി ഒരു സൈഡ്, മുക്കാൽ ഭാഗം കടലാന്ന്. അത് വെട്ടുകല്ലല്ലേ സാറേ? കല്ല് കൊണ്ടുണ്ടാക്കിയതല്ലേ? വെട്ടുകല്ലാണ്. അത് വെട്ടുകല്ല്. അത് കാണുമ്പോൾ അറിയുന്നുണ്ട്. പക്ഷെ ഇവിടെ തിരുവനന്തപുരത്തുള്ളത് വന്നിട്ട് കരിങ്കല്ലാണ്. അത്ര വീതിക്കും അത്ര നീളത്തിലേക്ക് ആ കല്ലുകളൊക്കെ എങ്ങനെ പൊക്കി ആ കൃത്യമായിട്ട് അടുക്കി വെച്ചു എന്നുള്ളതാണ്. കോട്ടയം കാണണമെങ്കിൽ ആഗ്ര ഫോർട്ടും റെഡ് ഫോർട്ടും ഒക്കെ പോയി കാണും അല്ലേ? അത് കണ്ടു. റെഡ് ഫോർട്ടാണ് ഏറ്റവും ഇതായിട്ട് നമ്മൾ കാണുന്നത്. പിന്നെ കോട്ടകളുടെ ഒരു രാജ്യമാണ് രാജസ്ഥാൻ. അവിടെ സ്ഥലത്തിന്റെ പേര് തന്നെ കോട്ട. തമിഴിലും മലയാളത്തിലുള്ളതെന്ന് അറിയത്തില്ല. കോട്ട എന്ന് പറയുന്നത് KOTTA എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അതിന്റെ സ്ഥലത്തിന്റെ പേര് തന്നെ കോട്ട. അവിടെ വേറെ ആയിരിക്കും പേര്.
ഓക്കെ സാർ, വളരെ കോട്ട വേറെ ജോർജ് ഇപ്പൊ സാറിന് ഏത് കോട്ടയം പരിചയം? ജോർജ് സാറിന് ഏത് കോട്ടയം പരിചയം? ആ കോട്ടയം. രാജസ്ഥാൻ ഒന്ന് കറങ്ങാനിട വന്നു. അവിടെ നാഗപ്പൂരും ജോധ്പൂർ അല്ലെ? ജോധ്പൂർ, നാഗപ്പൂരല്ല, നാഗപ്പൂര്, ജോധ്പൂർ, ജോധ്പൂർ. ആ ജയ്പൂര് ഒരവസരം കിട്ടി. പെട്ടെന്ന് ഓർക്കുമായിരുന്നു, അവിടെ കൊട്ടാരങ്ങളുടെ കൂമ്പാരമാണ്, കോട്ടകളുടെ. അവിടുന്നാണ് കോട്ട സാരി വരുന്നത്. അത് ശരിയാ, അത് ഓർമ്മ വന്നു. തമിഴ്നാട്ടിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? തമിഴ്നാട്ടിൽ ആ, തഞ്ചാവൂരുണ്ട്. മിക്കവാറും അന്നത്തെ ചെറിയ ചെറിയ രാജാക്കന്മാരിലായിരുന്നു. അവിടേക്ക് അവർക്ക് ഒരു പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട്. നേരത്തെ തന്നെ പറഞ്ഞ അവിടെയൊക്കെ പരന്ന സ്ഥലമായതിനും കോട്ടയില്ല വരെ. ഇവിടെയൊക്കെ പിന്നെ ഈ പൊക്കവും താഴ്ചയൊക്കെ ആയതുകൊണ്ട് അല്ലേ? ആ, ഒരു ദിവസം ഇങ്ങോട്ട് പോവാ സാറേ, നമുക്കിവിടെ ഒരു കോട്ടകളൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകാം. അവിടെ ഏതാ കോട്ടയുള്ള? തഞ്ചാവൂരൊക്കെ പോവാം. തഞ്ചാവൂര്, അഞ്ചാവൂര്. ആ, ഓക്കെ. ബിഗ് ടെമ്പിളിലൊക്കെ പോകാം. അപ്പൊ നമുക്ക് കാണാൻ പറ്റും അവിടെ അവരുടെ നമ്മളെ വിസ്മയിപ്പിക്കുന്ന രീതിയിലുള്ള അവരുടെ ആ ഒരു, സാറ് പറഞ്ഞ പോലെ അന്ന് യന്ത്രങ്ങളൊന്നും ഇല്ലാതിരുന്ന സമയത്ത് അത്ര മനോഹരമായിട്ട് ആ കാര്യങ്ങൾ ചെയ്തു വെക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ അതിശയിപ്പിക്കും ഒക്കെ കാണുമ്പോൾ. ഇതൊരു മനുഷ്യനെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ടല്ലേ? അടിമകളുടെ കാലമല്ലേ സാറേ? അടിമകളെ കൊണ്ടല്ലേ പണിയിപ്പിച്ചേ? ആ പിരമിഡൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടാ സഹിക്കത്തില്ല. മൃഗങ്ങളും ആനകള് ഇത്രയധികം ആനകൾ ഉപയോഗിച്ചിട്ടാണ് അവിടെ ആ താഴെക്കൂടെ മുകളിൽ കയറിയെന്നൊക്കെ അങ്ങനെയൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ദൂരത്ത് നിന്ന് വർഷങ്ങൾ മുമ്പേ സാബു സാറ് ടൂറൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നടക്കുന്ന ദിവസം എന്നാണെന്ന് മാത്രമേ പ്ലാൻ ചെയ്യാത്തുള്ളൂ. ഞങ്ങളും കൂടെ വരാനായിട്ട് ഇരുന്നതായിരിക്കും സാറേ. അതുകൊണ്ടായിരിക്കും. നമുക്ക് നോക്കാം. കണ്ടക്ടർ ടൂറ് ലോക്കൽ മാത്രമല്ല, നാഷണൽ മാത്രമല്ല, ഇന്റർനാഷണൽ വരെ ഒരിക്കൽ ചർച്ചയിൽ എത്തിപ്പോയതാ. പിന്നെ അത് ഇംപ്ലിമെന്റ് സ്റ്റേജ് ഒരല്പം നീണ്ടുപോയി. അതായത് ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്താൽ പിന്നെ പോകും. ഒറ്റ വെളിയിൽ ആര് വന്നാലും വന്നില്ലേ. അങ്ങനെ നടത്തുള്ളൂ. ശാന്തിമാം, നമസ്കാരം. എന്തുണ്ട് വിശേഷങ്ങളൊക്കെ? ഇലക്ഷൻ ഡ്യൂട്ടിയൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല സാർ, ഞാൻ ഒഴിവായി. കാല് പിടിച്ചിട്ട് ഒഴിവായി. അങ്ങനെ പറ്റുമോ? അല്ലാതെ അത്രയും ഒരു പിടിപാടുണ്ടായിരുന്നു. എനിക്ക് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് ഞാൻ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്തു. ഇത് റെക്കോർഡാ. അല്ല, എനിക്ക് ശരിക്കും മെഡിക്കൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു.